പാർലമെൻ്ററി ഷൈൻ എന്ന് പറഞ്ഞ ഡിബേറ്റാണ്. ഇന്ദിരാഗാന്ധി വാസ് നോട്ട് എ ഗ്രേറ്റ് ഒറേറ്റർ എന്ന്. നമുക്ക് വേണ്ടെന്ന് പറഞ്ഞ ഒരു ഡെമോക്രസിയിൽ വിശ്വസിക്കുന്ന ഗവൺമെൻറ് എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം ദി ഐഡിയ ഓഫ് എ ചെങ്കോൾ, സെപ്റ്റർ, ഇതെല്ലാം മൊണാർക്കിയുടെ സയൻസാണ്. ഇതെല്ലാം ഒരു ഡെമോക്രാറ്റിക് പാർലമെൻറ്റിൽ അത് ബിക്കംസ് വെരി ഇൻകോൺഗ്രുവസ്. ഈ സഭയാകെ അങ്ങ് ഇളകി മറിഞ്ഞ് അംഗങ്ങളെല്ലാം ഡെസ്കിലും ബെഞ്ചിലും ഒക്കെ ചാടി കയറി നിന്ന് കയ്യിലിരുന്ന കടലാസും അത് ഇതൊക്കെ വലിച്ച് എറിഞ്ഞ്. പക്ഷേ അവനെ വെടിവെച്ച് അവൻ്റെ മാംസമൊക്കെ തെറിച്ച് ഈ പോർട്ടിക്കോയുടെ റൂഫിൽ പോയി പതിച്ചു. നമ്മൾ പോയി കണ്ടതാണ്. വാജ്പേയി വാസ് യങ്. ഇൻഡിസ്ക്രൈബിളാണ് അദ്ദേഹത്തിൻ്റെ ഹിന്ദി പ്രസംഗം എന്നൊക്കെ പറയുന്നത്. ഇന്ത്യയുടെ വിദേശനീതിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് പണ്ഡിറ്റ്ജിയെ മറക്കാൻ കഴിയുക? ആദ്യത്തെ വാചകം അദ്ദേഹത്തിൻ്റെ, ജസ്റ്റ് റിമെമ്പർ ഹി ഈസ് ഓൺ ദി RSS സ്ട്രീം. അങ്ങനെ ഒരു സ്ട്രീമിൽ നിന്ന് വന്ന ഒരാളാണ് ഈ പറഞ്ഞത്. ബട്ട് ഹീ ഹാസ് നോ ഓപ്ഷൻ അവൈലബിൾ ടു സിറ്റ് ഓൺ എ ബിൽ. എട്ടോളം പ്രധാനമന്ത്രിമാരെ അടുത്ത് കണ്ടതാണ്. അതിൽ ഏറ്റവും നല്ല പാർലമെന്റേറിയൻ ആരായിരുന്നു ചോദിച്ചാൽ ആരെയും പറയാം? ഒരാളിനെ അങ്ങനെ പറയാൻ പറ്റില്ല. പാർലമെന്റേറിയൻസ് പലരും ഉണ്ടായിരുന്നു. ഈ പ്രധാനമന്ത്രിമാരെ അത് പ്രധാനമന്ത്രിമാരുടെ കൂട്ടത്തിൽ ഈ ഇന്ദിരാഗാന്ധി വാസ് നോട്ട് എ ഗ്രേറ്റ് ഒറേറ്റർ എനിത്തി ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അത് മാറ്റി നിർത്തിയാൽ ഒരു ഇംപ്രസീവായിട്ട് സഭയിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു പ്രാസംഗികൻ എന്ന് പറയുന്ന ഇപ്പോൾ വാജ്പേയി. പക്ഷേ വാജ്പേയി പ്രധാനമന്ത്രി ആയി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അദ്ദേഹം എഴുതി വായിക്കാൻ തുടങ്ങി. വാജ്പേയി എഴുതി വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പോയി. ആരും പ്രസംഗം എഴുതി വായിച്ചു കഴിഞ്ഞാൽ ആളിൻ്റെ ഒറച്ചോറിക്കൽ സ്കില്ലൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല. ആരെങ്കിലും എഴുതി കൊടുക്കുന്ന സാധനം നമ്മളിൽ നിന്ന് വായിച്ചു കഴിഞ്ഞാലേ അത് ഏത് പൊട്ടനും വായിക്കാമല്ലോ. അപ്പോൾ അതിൽ കാര്യമില്ല. അപ്പോൾ വാജ്പേയിയെ കണ്ട ഇന്ത്യ അത്ഭുതപ്പെട്ടു പോയി ഇദ്ദേഹം ഇത് വായിക്കാൻ തുടങ്ങിയപ്പോൾ. പുള്ളി കുറേ കൂടെ കോഷ്യസ് ആയതാണ് എന്ന് പറഞ്ഞാൽ he did not want to make any mistake as a prime minister because every word will be watched, analyzed and commented on. അതുകൊണ്ട് പിന്നെ രാജീവ് ഗാന്ധി വാസ് എ ഗുഡ് സ്പീക്കർ. അത് എങ്ങനെയാണ് പുള്ളി അത് ഡെവലപ്പ് ചെയ്തെന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം ഹി വാസ് നെവർ ഇൻ പൊളിറ്റിക്സ് ആൻഡ് ഹി ഹാഡ് an aversion to politics. But he shaped up well. He spoke very well. പ്രൈം മിനിസ്റ്ററായിട്ട് അപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് പറഞ്ഞാൽ നല്ലൊരു വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വൽ എന്നാണ് അദ്ദേഹത്തിനെക്കുറിച്ച് പറയാവുന്നത്. He had no political experience, but he was a fine individual, refined. അങ്ങനെയൊക്കെയാണ്. ഒരിക്കൽ ഈ നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിലിൻ്റെ ഒരു മീറ്റിംഗ്, പ്രൈം മിനിസ്റ്റർ ആണല്ലോ എൻ്റെ പ്രസിഡൻറ്റ്, ചെയർമാൻ, ഈ പ്രിസൈഡ്സ് ഓവർ. അപ്പോൾ അതിൽ ഈ ചീഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് പൊളിറ്റിക്കൽ ലീഡേഴ്സ്, എല്ലാ പാർട്ടികളുടെയും പൊളിറ്റിക്കൽ ലീഡേഴ്സൊക്കെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു വലിയ ഒരു മീറ്റിംഗാണത്. അപ്പോൾ ദേ ഡിസ്കസ് ആക്ച്വലി ഇഷ്യൂസ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. ഓക്കെ. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന C. രാജേശ്വർ റാവു എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അദ്ദേഹം പ്രസംഗിച്ചപ്പം അദ്ദേഹം പറഞ്ഞു, ഈ this lighting of lamp, should not be allowed when you inaugurate a function, particularly a governmental function. It is totally non-secular, and then it's a Hindu thing, so we should not allow this. And അദ്ദേഹം ഇങ്ങനെ ഒക്കെ പറഞ്ഞു. രാജീവ് ഗാന്ധി പുള്ളിയോട് അവിടെ നിന്നുകൊണ്ട് തന്നെ he was asking him, then what would you prefer, cutting the ribbon? But cutting the ribbon is not an Indian tradition at all, so you prefer that? എന്ന് ചോദിച്ചു.
But lamp, represents light. Lamp gives you light. Light means enlightenment. So it's a symbol of enlightenment. It doesn't have any religious significance. It symbolizes enlightenment. That is all, that is what we strive for. അങ്ങനെ റിപ്ലൈ കൊടുക്കാൻ ഒരു പ്രധാനമന്ത്രി കഴിയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് തിങ്. അപ്പം രാജീവ് ഗാന്ധിയുടെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് അതിലൂടെ മനസ്സിലാവും. അത് ഞാൻ പറയാം, ഉദാഹരണം പറയാൻ വന്നതാണ്. അപ്പം ഇങ്ങനെ ഹൗസിലാണെങ്കിൽ ഒരു മനുഷ്യനെ ഹീ ഡസൻ സ്പീക്ക് അഗെയിൻസ്റ്റ് എനിബഡി. ബിക്കോസ് എപ്പോഴും ഒരു പ്ലസൻറ്റ് ഫേസ്. ഐ ഹവ് നെവർ സീൻ ഹിം ഗെറ്റിംഗ് ആംഗ്രി ഇൻ ദ ഹൗസ്. ഈ 5 വർഷവും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു വ്യക്തി. പിന്നെ പോളിസീസ് അതിൽ കുഴപ്പമുണ്ടെന്ന് കഴിഞ്ഞാൽ ഹി വിൽ കറക്റ്റ് ഇറ്റ്. പക്ഷേ ചിലയിടത്തൊക്കെ ഇയാൾ ഫോൾട്ടർ ചെയ്തിട്ടുണ്ട്. ഈ ഷാബാനോ കേസ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഫോൾട്ടർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ദെയർ. ബട്ട് നോ മാൻ ഈസ് പെർഫെക്റ്റ്. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധി ഹൗസിൽ ഞാനിപ്പോഴും ഓർക്കുന്നു. അതിങ്ങനെ ഇറ്റ് വാസ് ഹാപ്പനിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. അവർ പറഞ്ഞാൽ neither me nor any member of my family has taken any money from anybody. എന്നാണ് പുള്ളി പറഞ്ഞല്ല, വേറെ എന്താ പറയാൻ. ബട്ട് ബോഫേഴ്സ് കോട്ട് ഹിം. ആ ഒരു മൂഡ് അങ്ങനെയായിരുന്നു ഓഫേഴ്സ്. അത് ഗവൺമെൻറ്റിനൊരു ഇഫക്റ്റീവ് ഡിഫെൻസ് ഉണ്ടായിരുന്നില്ല. എം പിമാരുടെ ആർട്ടിക്കുലേഷനെ പറ്റി സംസാരിച്ചപ്പോൾ കേരളത്തിൽ നിന്നുള്ള എം പിമാർ പലപ്പോഴും വളരെ സ്ട്രഗിൾ ചെയ്ത് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നത് കാണാറുണ്ട്. എന്നാൽ തമിഴ്നാട്ടിൽ നിന്നുള്ള എം പിമാർ കൂളായിട്ട് സ്വന്തം ഭാഷയിൽ സംസാരിക്കുന്നു. അവർക്ക് അതിലൊരു പ്രശ്നമില്ല. എന്നാൽ മലയാളത്തിൽ സംസാരിക്കാൻ നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ, ട്രാൻസ്ലേഷൻസ് അവൈലബിൾ ആയതുകൊണ്ട്. പക്ഷെ എന്നാൽ കേരളത്തിൽ നിന്ന് എപ്പോഴും ഈ ഒരു കഷ്ടപ്പെട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന എം പിമാരെ നമ്മൾ കാണാറ്. അത് ഈ ഭാഷയുടെ ഒരു റോൾ എത്രമാത്രമുണ്ട് സർ? ഭാഷയുടെ ഒരു റോൾ ഒരുപാടുണ്ട്. വളരെ ക്രൂഷ്യലായ ഒരു സംഗതിയാണ് അത് വാസ്തവത്തിൽ. അതിൽ ഇപ്പം നമ്മളിപ്പം ഈ ഇംഗ്ലണ്ടിൻ്റെ ഭാഗമൊന്നും അല്ലല്ലോ. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതൃഭാഷയല്ല. പിന്നെ അത് പഠിച്ചൊക്കെയാണല്ലോ നമ്മൾ ഈ പറഞ്ഞ് നമുക്ക് പോകുന്നത്, രക്ഷപ്പെടുന്നത്. അപ്പോൾ ഈ പൊളിറ്റീഷ്യൻസ്, നമ്മുടെ പ്രത്യേകിച്ച് ഈ കേരളത്തിലെ പൊളിറ്റീഷ്യൻസ്, അവരെല്ലാം തന്നെ വളരെ ശക്തമായി മലയാളത്തിൽ പ്രസംഗിക്കാൻ കഴിയുന്ന ആളുകളാണ് മിക്കവാറുമൊക്കെ. ഈ മലയാളത്തിൽ പ്രസംഗിക്കുകയും മലയാളത്തിൽ മാത്രം സംസാരിക്കുകയും ഇംഗ്ലീഷ് തീരെ പറയാതിരിക്കുകയും പറയേണ്ട ആവശ്യമില്ലാതെ വരികയും ചെയ്യുന്ന സാഹചര്യം എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു സ്വിച്ച് ഓവർ പറ്റുകയില്ല, പ്രയാസമാണ്. അതിനിപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മലയാളത്തിൽ സംസാരിച്ചാൽ, അതായത് നമുക്ക് മലയാളികൾക്കുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ്, നമ്മൾ തന്നെ നടിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ചില്ലെങ്കിൽ ആളുകൾ നമ്മളെ ആക്ഷേപിച്ച് കളയുമെന്നൊക്കെ അങ്ങനൊരു പേടി ഉള്ളത് കൊണ്ടായിരിക്കും. തമിഴിനാവുന്നില്ല. ദേ ആർ വെരി പ്രൗഡ് ഓഫ് സ്പീക്കിംഗ് ഇൻ ദെയർ ലാംഗ്വേജ്. അവിടെ ഇരിക്കുന്ന എല്ലാവരെയും എൻഗേജ് ചെയ്യണമെങ്കിൽ ഈ ട്രാൻസ്ലേഷൻ ഒക്കെ അവർ നോക്കൂ. നമ്മൾ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കില്ല. ഇല്ല. ഇപ്പോൾ പക്ഷേ കൂടുതൽ ശ്രദ്ധിക്കുന്നത് മറ്റേ ഈ ഇത് പറയുമ്പോഴാണ്. കാരണം ആർക്കും ഒന്നും അറിയത്തില്ല ഈ പറയുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ പിന്നെ ഇംഗ്ലീഷ് ഡിപ്പെൻഡ് ചെയ്തല്ലേ പറ്റുള്ളൂ. അല്ലാത്തപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ശ്രദ്ധിക്കാതിരിക്കുക, രണ്ടും ചെയ്യുക. ഇത് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അതാണ്, അങ്ങനെ ഒരു കമ്പൾഷൻ ഉണ്ട് അതിനകത്ത്. പക്ഷേ ഇങ്ങനെ നമുക്കൊരു കോംപ്ലക്സ് ഉള്ളത് കൊണ്ടാണ് പ്രശ്നം വരുന്നത്. കേരളത്തിൽ നിന്നുള്ള എം പിമാരിൽ അങ്ങ് എടുത്തു പറയത്തക്ക ആളുകൾ, അതിപ്പോൾ ഞാൻ പറയുന്നത് ശരിയായിരിക്കില്ലല്ലോ. അങ്ങനെ കേരളത്തിലെ അത് മെമ്മറബിളായിട്ടുള്ള ആളുകൾ പലരും ഉണ്ടായിരുന്നു. കൃഷ്ണമേനോനെയൊക്കെ ഒഴിച്ച് മാറ്റി നിർത്താം. ഞാൻ ആ സമയത്തുണ്ടായിരുന്നു. കൃഷ്ണമേനോൻ വസ്തുത, കൃഷ്ണമേനോൻ എ കെ ഗോപാലൻ വസ്തുത, CM സ്റ്റീഫൻ. പറയാം, ഐ ക്യാൻ സേ ഇറ്റ് എനിവേ. ഐ ഹാവ് നോ ഹെസിറ്റേഷൻ ടു സേ ദാറ്റ്. CM സ്റ്റീഫൻ വാസ് എ വെരി ഇഫക്റ്റീവ് കൈൻഡ് ഓഫ് മെമ്പർ. ഭയങ്കരമായിട്ട് തന്നെയല്ല, ഹി വാസ് എ ഗുഡ് ഒറേറ്റർ. ഓൺലി ഹിസ് ഇംഗ്ലീഷ് ആക്സെൻറ്റ് വാസ് ബാഡ്.
മലയാളത്തിൻ്റെ ഒരു സ്റ്റൈലുണ്ടായിരുന്നു. നമ്മളൊഴിച്ചാൽ ഹി വാസ് എ വെരി എഫക്റ്റീവ് സ്പീക്കർ. പുള്ളി അതിൽ ഇന്ദിരാഗാന്ധി, പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയെ എക്സ്പെൽ ചെയ്യുന്ന ഒരു സമയമുണ്ടായിരുന്നു ഈ ജനതാ ഗവൺമെൻറ്റിൻ്റെ സമയത്ത്. അന്ന് ഹി ബിക്കം ദ ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ, സ്റ്റീഫൻ. അപ്പോൾ സ്റ്റീഫൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നത്തെ കാര്യം, ടോൾ ഫിഗർ സ്റ്റീഫൻ, വളരെ ഇമ്പോസിങ് ആയിട്ടൊരു പേഴ്സണാലിറ്റി. ആൻഡ് ദെൻ ഹി ഹാഡ് എ സ്റ്റെൻറ്റോറിയൻ വോയിസ്. ഇത് രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇറ്റ് വാസ് എ വെരി മെമ്മറബിൾ സ്പീച്ച് വിച്ച് ഹി മെയ്ഡ്. അതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ് റൈസ് ചെയ്തു. അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഹൗസ് ഹസ് നോ പവർ ടു എക്സ്പെൽ എ മെമ്പർ എന്നുള്ളൊരു പോയിൻ്റ് അദ്ദേഹം റേസ് ചെയ്തതാണ്. അത് ദാറ്റ് വാസ് റേസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ പാർലമെൻറ്റ്. ഹൗസ് ഹാസ് നോ റൈറ്റ്, ഹാസ് നോ പവർ ടു എക്സ്പെൽ എ മെമ്പർ. പുള്ളി പറയുന്നത് House of Commons has the power because House of Commons is called the High Court of Parliament. തന്നെയുമല്ല, House of Commons മെമ്പേഴ്സിന് House of Commons itself decides when the election should be held. So ഹൗസിൻ്റെ കോമ്പോസിഷനെ ഡീൽ ചെയ്യുന്ന ഹൗസ് തന്നെയാണ്. House itself decides what should be the qualifications of a member. ഇതെല്ലാം ഹൗസിൻ്റെ പവറിൽ പെടുന്നതാണ്. വെൻ ദി ഇലക്ഷൻ ഷുഡ് ബി ഹെൽഡ്, ഹൗസ് ഇറ്റ് സെൽഫ് ഇഷ്യൂസ് ദ റിറ്റ് ഫോർ കണ്ടക്ടിങ് ദി ഇലക്ഷൻസ്. ഇങ്ങനെയുള്ള അധികാരങ്ങളാണ്. കാരണം ബ്രിട്ടീഷ് ട്രഡീഷൻ അനുസരിച്ച് പാർലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഹൈ കോർട്ട് ഓഫ് പാർലമെൻറ്റ്. ഈ പാർലമെൻറ്റ് ഉണ്ടായി വരുന്ന സമയത്ത്, അതായത് 13ാം നൂറ്റാണ്ടിൽ, പാർലമെൻറ്റ് വാസ് പെർഫോമിങ് ബോത്ത് ലെജിസ്ലേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ പവേഴ്സ്. അങ്ങനൊരു ട്രഡീഷനാണ് അവരുടേത്. ഇപ്പോഴും ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് ലോർഡ്സിലെ ലോർഡ്സാണ്. അവരാണ് തീരുമാനിക്കുന്ന ഏറ്റവും ഹയസ്റ്റ് അപ്പീൽ എന്ന് പറഞ്ഞാൽ അവരാണ്. പാർലമെൻറ്റ് വാസ് ആക്ച്വലി, ഈവൻ ടുഡേ പാർലമെൻറ്റ് ഈസ് പെർഫോമിങ് ജുഡീഷ്യൽ ഫങ്ഷൻസ്. അപ്പോൾ അതുകൊണ്ട് ഈ ഹൈ കോർട്ട് ഓഫ് പാർലമെൻറ്റ് എന്നാണ് ഈ പാർലമെൻറ്റിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ദേ ഹാവ് ദാറ്റ് പവർ. അല്ലേ, അവരുടെ ആളുകളെ ഡിസിപ്ലിൻ ചെയ്യാനുള്ള പവേഴ്സ്. ഇപ്പോൾ ഡിസിപ്ലിൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ക്യാൻ ഗോ ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് എക്സ്പെല്ലിങ് എ മെമ്പർ. ഈ പവർ അവർക്കേ ഉള്ളൂ. സോ ഫാർ ആസ് ദി ഇന്ത്യൻ പാർലമെൻറ്റ് ഈസ് കൺസേൺഡ്, ഇറ്റ് ഡസൻറ്റ് ഹാവ് ദാറ്റ് പവർ. Parliament of India does not have the power to regulate the composition of the House. That is decided by the law. You have a law, Representation of People Act. And then who regulates it? The Election Commission. You have a constitutional body here. So it is not within the domain of Parliament. Parliament has no role in deciding the composition of the House. But expelling a member means you are actually regulating the composition of the House. And therefore Indian Parliament does not have this power to expel a member. അപ്പോൾ അന്ന് ചെയറിൽ പ്രസിഡന്റ് ഇത് സ്പീക്കറായിട്ടിരുന്ന KS ഹെഗ്ഡെയാണ്. അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജായിരുന്നു. അദ്ദേഹം വളരെ നീറ്റ്ലി ഹി വാഷ്ഡ് ഹിസ് ഹാൻഡ്സ് ഓഫ് ഇറ്റ്. പുള്ളി പറഞ്ഞു, you have raised a very, Mr. Stephen, you have raised a very, very important constitutional point. There's no doubt about it. But this point will be decided only by the Supreme Court. It is not my function as a head of the legislature to decide whether this is constitutionally valid or not. You can try that method later. But here I am not going to decide this point. പുള്ളി സൈഡ് സ്റ്റെപ്പ് ചെയ്ത് അങ്ങ് പോയി. അപ്പോൾ അതൊരു ഇഷ്യൂ ആയിരുന്നു പുള്ളി റേസ് ചെയ്തത്. പിന്നീടത് ഈ അടുത്ത കാലങ്ങളിൽ സുപ്രീം കോടതി അത് തീരുമാനിച്ചു. ഇന്ത്യൻ പാർലമെൻറ്റ് ആൻഡ് എവറി ലെജിസ്ലേച്ചർ, നോട്ട് ഓൺലി പാർലമെൻറ്റ്, ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഓൾസോ ഹാസ് ദിസ് പവർ ടു എക്സ്പെൽ എ മെമ്പർ. അത് ആർട്ടിക്കിൾ 105ൻ്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അപ്പോൾ അത് ക്ലിയറായി. പക്ഷെ അന്ന് സ്റ്റീഫൻ റേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് ആക്ച്വലി everybody was thinking hard about it. I mean, what a tremendously important point he was raising. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു ഭാഗം കൂടെ പറഞ്ഞ് തീർത്തേക്കാത്. ഫൈനലി പുള്ളി ആ സ്പീച്ച്, ദിസ് വാസ് എ മാരത്തോൺ സ്പീച്ച്. അതിൻ്റെ അവസാനത്തിൽ പുള്ളി പറഞ്ഞു നിർത്തി എങ്ങനെയാണെന്നറിയോ, ടുഡേ
യു ആർ ക്രൂസിഫൈങ് ഹർ. ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് പറയുന്നത്, ടുഡേ യു ആർ ക്രൂസിഫൈങ് ഹർ, ബട്ട് റിമെമ്പർ ക്രൂസിഫിക്ഷൻ ഈസ് നോട്ട് ദി എൻഡ് ഓഫ് ദ സ്റ്റോറി. ആഫ്റ്റർ ക്രൂസിഫിക്ഷൻ there will be a resurrection. She will come back with the roll of thunder and the flash of lightning. എന്നൊക്കെ പുള്ളി പറഞ്ഞു. ഒരു ബിബ്ലിക്കൽ ഇതിലാണ് ഇത് പറഞ്ഞതാണ്. അത് പറഞ്ഞപ്പോൾ ഭയങ്കര കയ്യടിയായിരുന്നു കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ. അപ്പോൾ ആ രീതിയിൽ അത് അത്ര ഇഫക്റ്റീവായിട്ട് ശക്തമായിട്ട് ഇപ്പോഴൊന്നും മനസ്സിൽ ഓർമ്മ കിടപ്പുണ്ട് എൻ്റെ. അപ്പോൾ ഹൗ ഇമ്പാക്റ്റ്ഫുൾ ഇറ്റ് വാസ്. ആ രീതിയിൽ പ്രസംഗിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു സ്റ്റീഫൻ. അതുപോലൊന്നും പ്രസംഗിക്കാൻ അവിടെ പക്ഷെ പ്രസംഗിക്കുമായിരുന്നു ഉണ്ണികൃഷ്ണൻ, കെ പി ഉണ്ണികൃഷ്ണൻ നന്നായിട്ട് പ്രസംഗിക്കുമായിരുന്നു. കെ പി ഉണ്ണികൃഷ്ണൻ വളരെ ലാംഗ്വേജൊക്കെ ഉപയോഗിക്കുന്നതിൽ വളരെ വിദഗ്ധനായിരുന്നു. രാഹുൽ ഈ രാജീവ് ഗാന്ധിയായിട്ടൊക്കെ തെറ്റി കഴിഞ്ഞ് പ്രതിപക്ഷത്ത് വന്നപ്പോഴൊക്കെ രാജീവ് ഗാന്ധിയൊക്കെ നിശ്ചിതമായിട്ട് വിമർശിക്കുമായിരുന്നു. ഫിയർലെസ്ലി, നോ ഫിയർ. അങ്ങനത്തെ ഒരാളായിരുന്നു. സാർ ആദ്യം പറഞ്ഞു ഒരു MP അസസ് ചെയ്യേണ്ടത് പാർലമെന്ററി ഡിബേറ്റിൽ എത്രമാത്രം പങ്കെടുത്തു അല്ലെങ്കിൽ ലോ മേക്കിംഗ് പ്രോസസ്സിൽ. പക്ഷെ നമ്മളിവിടെ ഇപ്പോൾ ഒരു ഇലക്ഷൻ ഒരു MP അസസ് ചെയ്യുന്നത് എത്രമാത്രം സ്വന്തം മണ്ഡലത്തിലെ ഡെവലപ്മെന്റ് പ്രോസസ്സിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും എത്ര ഇനോഗ്രേഷൻ ഫംഗ്ഷൻസിൽ പങ്കെടുത്തു, എത്ര ഫോട്ടോയിൽ വന്നു, അതാണ് നമ്മുടെ ഒരു യാഡ് സ്റ്റിക്ക് ഒരു MP അസസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പൊതുജനം അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത്. ഇതിലൊരു വലിയ പ്രശ്നം കാണുന്നില്ലേ സാർ? അപ്പോൾ ഇതാണ് ഒരു MP യുടെ യാഡ് സ്റ്റിക്ക് എന്ന് പൊതുജനം ധരിക്കുമ്പോൾ അത് ശരിയല്ലെന്ന് എൻ്റെ അഭിപ്രായം. അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. കാരണം യു ഹാവ് എലക്റ്റഡ് ഇൻ ടു പാർലമെൻറ്റ്. അതിപ്പം പാർലമെൻറ്റിലേക്ക് എലക്ട് ചെയ്ത ആളുകൾ ഇവിടെ ചില വീടുകളിലേക്ക് നിങ്ങൾക്ക് ചോറ് കൊടുക്കുന്നതിൽ പങ്കെടുക്കുന്ന കാര്യത്തിനല്ലല്ലോ. അതെന്ന് പറഞ്ഞാൽ ടു പെർഫോം യുവർ റോൾ ആസ് എൻ MP ഇൻ ദ പാർലമെൻറ്റ്, അതാണല്ലോ ഉദ്ദേശം. അതും ഇഫക്റ്റീവ്ലി വെദർ ഹീ ഈസ് പ്ലേയിങ് ഇറ്റ് ഓർ നോട്ട് അതായിരിക്കണം. പക്ഷെ ഇവിടെ അങ്ങനല്ല. എന്നോട് പല MP മാരും പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ദേ ഹാവ് നോ ടൈം. ഞാൻ പലരോടും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് ഈ പാർലമെൻറ്റിൽ ഇങ്ങനെ ഒരു കാര്യമായിട്ടൊന്നും പ്രവർത്തിക്കാൻ പറ്റുന്നില്ലല്ലോ. തന്നെയല്ല, ഇപ്പം ആൻ MP ഹാസ് ഇനോമസ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ അവൈലബിൾ ദർ. പാർലമെൻറ്റിൻ്റെ ഒരു ലൈബ്രറി, പാർലമെൻ്റ് റിസർച്ചിൻ്റെ ഒരു ഓപ്പറേഷനുണ്ട്. അതിലൂടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് എവർ മെറ്റീരിയൽ യു വാണ്ട് യു ഗെറ്റ് ഇറ്റ്. അതാണ്, അതെല്ലാം നിങ്ങൾക്ക് വായിക്കാം, പഠിക്കാം. See, after 5 years, an MP becomes an expert in certain issues, in certain matters. Financial matters ആയാലും, external affairsൻ്റെ ആയാലും, ഡിഫൻസിലായാലും. ഈ സെക്ടേഴ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ യു ക്യാൻ ബിക്കം എൻ എക്സ്പേർട്ട്. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുള്ള MPs കണ്ടിട്ടുണ്ട്. അതാണ് അതിൻ്റെ കാര്യം. പണ്ട് PK വാസുദേവൻ നായർ ആദ്യമായിട്ട് സഭയിൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോഴേ 50s ആദ്യം വന്നപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രാഗൽഭ്യം ഒന്നും തെളിയിക്കാൻ പറ്റില്ല. ഇംഗ്ലീഷ് ലാംഗ്വേജ് വേണം ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. പക്ഷെ അദ്ദേഹം പഠിച്ചെന്ന് പറഞ്ഞാൽ ഈ ബിക്കെയിം വൺ ഓഫ് ദ ബെസ്റ്റ് പാർലമെൻറ്റേറിയൻസ്. അങ്ങനെയുണ്ട്. ശരി, ആദ്യം പറഞ്ഞ ഈ പാർലമെന്റിൽ വളരെ ഓതന്റിക് ആയിട്ടുള്ള ഇൻഫോ കൊടുക്കണം എന്നൊരു തോട്ട് ജവഹർലാൽ നെഹ്റുവിനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഓവർ എ പീരീഡ് ഓഫ് ടൈം പാർലമെന്റിൽ എന്തും പറയാമെന്നൊരു സ്ഥിതി വന്നിട്ടുണ്ട്. മീൻസ് കൊടുക്കുന്ന ഇൻഫർമേഷൻ കറക്റ്റ് അല്ലാതിരിക്കുക, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക. അത് പാർലമെന്റിലെ അസംബ്ലീസിലും വരുന്നുണ്ട്. പക്ഷെ പാർലമെന്റിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? MP മാരൊക്കെ അങ്ങനെ കംപ്ലൈൻ്റൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ഇപ്പോൾ അറിഞ്ഞുകൂടാ എന്താ ആക്ച്വലി ഹാപ്പനിങ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. MP മാർക്കൊക്കെ അങ്ങനെ ഒരു അഭിപ്രായം ഉള്ളതായിട്ട് കേൾക്കുന്നുണ്ട്. എഗെയിൻ അതിന്റെ കൂടെ തന്നെ ചോദിക്കട്ടെ, ഈ പാർലമെന്റിൽ അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ ലോക്സഭയിൽ അറ്റൻഡ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കരുതിയിരുന്ന കുറേ പ്രൈം മിനിസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ലോക്സഭയിൽ തന്നെ വരണമെന്നില്ല, അല്ലെങ്കിൽ പാർലമെന്റിൽ തന്നെ വരണമെന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരു പ്രൈം മിനിസ്റ്ററിന്റെ ഒരു സമയത്തേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഈ പാർലമെന്ററി സിസ്റ്റം തന്നെ, ഗവൺമെന്റ് വേറെ പാർലമെന്ററി സിസ്റ്റം വേറെ എന്നൊരു സെറ്റപ്പിലേക്ക് പോകുന്നുണ്ടോ? കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്നുള്ളതൊരു സത്യമാണ്. അപ്പം ഇതിപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻഡിവിജ്വൽ ഹു ബിക്കംസ് ദ പ്രൈം മിനിസ്റ്റർ. ഇന്ദിരാഗാന്ധി ആണെങ്കിലും അങ്ങനെ കൂടുതലൊന്നും വരത്തില്ലായിരുന്നു. പലപ്പോഴും അങ്ങനെയൊക്കെ വരും, അങ്ങനെ പോകുമെന്നുള്ളത്. അവിടെ ഒരു ഡേ ഉണ്ട്, വെനസ്ഡേ, ദാറ്റ് ഈസ് സപ്പോസ് ടു ബി ദ പ്രൈം മിനിസ്റ്റേഴ്സ് ഡേ. അപ്പോൾ അതൊക്കെ അന്ന് വരും. വന്നവർ 1 മണിക്കൂർ ഇരുന്നിട്ട് അങ്ങ് പോകുമായിരുന്നു. അങ്ങനെ അല്ലാതെ വന്ന് ആരുടെയും അങ്ങനെ വന്ന് ഹൗസിൽ അങ്ങനെ ഇരിക്കില്ലായിരുന്നു. അത് നെഹ്റുവിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. കാരണം ഹി വാസ് ബിൽഡിങ് അപ്പ് ദ സിസ്റ്റം. അദ്ദേഹത്തിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഒരു ലൈഫിൻ്റെ മിഷനായിട്ടും എടുത്ത് അദ്ദേഹമാണല്ലോ, അദ്ദേഹം ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ ഈ സിസ്റ്റമൊക്കെ ഉണ്ടായത് തന്നെ. അല്ലെങ്കിൽ എന്തായിരിക്കുമായിരുന്നുള്ളതിനെക്കുറിച്ച് ഇസ് എനിബഡീസ് ഗസ്. മനസ്സിലായല്ലേ?
അപ്പോൾ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഇട്ടത് അദ്ദേഹമാണ്. നാച്ചുറലി ഹി വാസ് സോ മച്ച് ഇൻവോൾവ് ഇൻ ഇറ്റ് ആൻഡ് ഹി വാണ്ടഡ് ടു ബിൽഡ് ദാറ്റ് സിസ്റ്റം ആൻഡ് ഹി വാണ്ടഡ് ഇറ്റ് വാസ് ലൈക്ക് എ പ്ലാന്റ്, യു manure it, nurture it, water it and makes it grow. അങ്ങനെ ആയിരുന്നത്. പക്ഷെ പിന്നീട് ആ ഒരു ട്രെൻഡ് നമ്മൾ കണ്ടില്ല. അത് പറഞ്ഞാൽ ഈ പാർലമെന്ററി സിസ്റ്റം ഇപ്പോഴത്തെ രീതിയിൽ ഫോളോ ചെയ്യുന്നതിൽ നരേന്ദ്രമോദിയുടെ ഒരു കൃത്യമായ മുൻഗാമി ഇന്ദിരാഗാന്ധി ആയിരുന്നു. അല്ല, അവരുടെ കാലത്ത് അങ്ങനെ ഉണ്ടായി എന്ന് ഞാൻ പറയുക. മറ്റേ ഒരു കമൻറ്റിന് ഞാൻ തയ്യാറല്ല. ബട്ട് ഇറ്റ് ഹാപ്പൻ ഡ്യൂറിങ് എ പീരിയഡ്. അങ്ങനെയാണ്. അതിന് മുമ്പ് എന്തായിരുന്നു എന്നുള്ളത് എനിക്ക് അത്ര വ്യക്തമായിട്ട് ഇല്ല. ഞാനന്നേരം അതിനകത്ത് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇത് നമ്മൾ കേട്ടുള്ള അറിവേ ഉള്ളൂ പലതും. പക്ഷേ ഇത് ഞാൻ ഐ ഹാവ് സീയിങ് തിങ്സ് ബിഫോർ മൈ ഐസ്. ഇറ്റ് ഓൾ ഹാപ്പനിങ് ബിഫോർ മീ. ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് അധികാരമുണ്ട്. ദാറ്റ് ഈസ് ദിയർ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. കാരണം നമ്മുടെ സിസ്റ്റത്തിൽ ദി എക്സിക്യൂട്ടീവ്, ദാറ്റ് ഈസ് ദ ഗവൺമെൻറ്, ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേച്ചർ. അപ്പോൾ ലെജിസ്ലേച്ചേഴ്സ് ഹാസ് എ റൈറ്റ് ടു സ്ക്രൂട്ടനൈസ് ദ ഫങ്ഷനിങ് ഓഫ് ദി എക്സിക്യൂട്ടീവ്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രൊസീജിയറൽ ഡിവൈസ് വിത്ത് വിച്ച് ദേ scrutinize the functioning of the government. They can ask questions about anything relating to the governance. അപ്പം അങ്ങനെയാണ് ചോദ്യത്തിൻ്റെ പ്രാധാന്യം അതാണ്. അപ്പോൾ ദി മിനിസ്റ്റർ ഈസ് ഡ്യൂട്ടി ബൗണ്ട് ടു ആൻസർ ബിക്കോസ് ഹി ഈസ് ആൻസറബിൾ ടു ദ ഹൗസ്. ഇതാണ്. ഇങ്ങനെയാണ് ഈ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്ന് പറയുന്നത് ദേ ആർ ആക്ച്വലി ഡിസ്ചാർജിങ് ദ റെസ്പോൺസിബിലിറ്റി. പക്ഷെ അവിടെ നടക്കുന്നത് ഈ ചോദ്യങ്ങൾ തന്നെ രണ്ട് തരത്തിലുണ്ടല്ലോ. ഒന്ന് അവിടെ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ, സഭയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ചോദ്യങ്ങളും, മറ്റേ അതല്ലാതെ ഒരു റിട്ടേൺ ആൻസർ കിട്ടുന്ന ചോദ്യങ്ങളും. അപ്പം സാധാരണ എം പിമാർ ഞാൻ കണ്ടിട്ടുള്ളത് അവിടെ അവർക്ക് സ്വന്തമായിട്ടൊരു ചോദ്യങ്ങൾ എഴുതി കൊടുക്കാൻ സമയമില്ല. അതുകൊണ്ട് അവരാരെങ്കിലും അതിന് എംപ്ലോയ് ചെയ്യാറുണ്ട്. സാധാരണ അങ്ങനെ എല്ലാ എം പിമാരും അങ്ങനെ ചെയ്യും. അപ്പോൾ ദേ റൈറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അവരിങ്ങനെ ദ ഗോ ഓൺ റൈറ്റിംഗ് ക്വസ്റ്റ്യൻ. വെരി ലാർജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആർ പ്രിപ്പയർഡ് ബൈ ദം ആൻഡ് അതയക്കും. അപ്പോൾ ഇത് ബാലറ്റ് ചെയ്യും. ബാലറ്റ് ചെയ്തിട്ട് ഈ ചർച്ച ചെയ്യപ്പെടാനുള്ള ചോദ്യങ്ങൾ മാറ്റും. ഇതൊരു ബാലറ്റിലൂടെയാണ്. ബാലറ്റിൽ പേരിടും, ചോദ്യങ്ങളല്ല, പേരിട്ടിട്ട് പേര് വരുന്നതിൻ്റെ ആ ക്രമം അനുസരിച്ച് അവരുടെ ചോദ്യങ്ങൾ അത് വരും. അങ്ങനെ വരുമ്പോൾ ഈ സഭയിൽ സ്റ്റാർട്ട് ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ സഭയിൽ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ 20 എണ്ണം ഒരു ദിവസം ഡിസ്കസ് വെച്ച് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹാർഡ്ലി 3 or 4 ക്വസ്റ്റ്യൻസ് ആർ ഡിസ്കസ്ഡ് ഇൻ ദ ഹൗസ്. അങ്ങനെയാണ്. മറ്റേത് ഇറ്റ് ഈസ് നോട്ട് ഡിസ്കസ്ഡ് ഇൻ ദ ഹൗസ് അറ്റ് ഓൾ. റിട്ടേൺ ആൻസർ വിൽ ബി ഗിവൺ. സാധാരണ ആളുകൾ ചെയ്യുന്നത്, പലരും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ ഏതെങ്കിലും ഒരു ക്രൂഷ്യൽ ഇഷ്യൂവിനെ കുറിച്ചായിരിക്കും ആൻസർ ഗവൺമെൻറ്റിൻ്റെ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് സപ്പോസ് ടു ബി ദി മോസ്റ്റ് ഒതൻറ്റിക് കൈൻഡ് ഓഫ് തിങ്. അപ്പോൾ അത് അവർ കൊണ്ടുവന്ന് പത്രത്തിന് കൊടുക്കും. പത്രം അത് ഹൈലൈറ്റ് ചെയ്യും. അവർ പത്രം ഇത് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ people will get an impression that a very important issue has been highlighted in parliament by our MP. ഇങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് ഇതാണെന്ന് ഞാൻ പറയുക. I'm not going to say whether it is good or bad or that should be the way it should be done എന്നൊന്നുമല്ല പറയുന്നത്. But this is what happens. അതേ സമയത്ത് ഞാൻ ഐ എം കമ്മിങ് ടു ദാറ്റ്. ഞാൻ പറഞ്ഞത് ഈ പാർലമെൻറ്റിൽ ഷൈൻ ചെയ്യുന്നു എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിലൂടെ അല്ലല്ലോ. പാർലമെൻറ്ററി ഷൈൻ എന്ന് പറഞ്ഞ ഡിബേറ്റാണ്. Only through debate you will be known, you will be counted. Only through debate. പഞ്ചാബ് മുതൽ കേരളം വരെ തമിഴ്നാട്ടിൽ ഒക്കെ ഗവർണർമാരാണ് വിഷയം. സോ ഗവർണറുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പവേഴ്സ് അനുസരിച്ച് സംസ്ഥാന അസംബ്ലീസ് പാസ്സാക്കുന്ന നിയമങ്ങൾ സൈൻ ചെയ്യാതിരിക്കുന്നു. അതിനെതിരെ സുപ്രീം കോടതി പറയുന്നു. പക്ഷേ സുപ്രീം കോടതി പറയുന്നത് പോലും ആപ്ലിക്കബിൾ അല്ല എന്ന മട്ടിലാണ് ഇവൻ ഇന്നും കേരള ഗവർണറുടെ രാജ്ഭവനിൽ നിന്നുള്ള റെസ്പോൺസ് കോടതി പറയട്ടെ എന്നിട്ട് നോക്കാമെന്നാണ്. ഇത്തരം ഒരു
കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈസിസ് വരുമ്പോൾ ഇതിന് എന്താണ് വാട്ട് ഇസ് ഐഡിയൽ സിനാറിയോ? സോ ദ ഗവർണർ ഷുഡ് ഹാവ് സർട്ടൻ റെസ്പോൺസിബിലിറ്റീസ്. അല്ല, അതിൽ ഈ ഗവർണറുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആ ആർട്ടിക്കിൾസ് എടുത്ത് നോക്കുമ്പോഴേ അതിലൊരു കാര്യം വ്യക്തമാകുന്നത്, ഗവർണർ ക്യാൻ ആക്ട് ഓൺലി ഓൺ ദി എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ. എങ്ങനെയാണ് അത് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ഡിസ്കഷനിലൊക്കെ അംബേദ്കറൊക്കെ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ഗവർണർ കനോട്ട് ആക്ട് ഇൻഡിപെൻഡൻ്റ്ലി, ഹി ക്യാൻ ആക്ട് ഓൺലി ഓൺ ദി എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അല്ലെങ്കിൽ നമ്മളതിൻ്റെ ലിറ്റററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദി എക്സിക്യൂട്ടീവ് പവർ ഷാൽ ബി വെസ്റ്റഡ് ഇൻ ദ ഗവർണർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അതിലർത്ഥമില്ല. ബട്ട് ഹി വിൽ ഡിസ്ചാർജ് ദീസ് ഫങ്ഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ചെയ്യുമെന്നാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ക്യാൻ ആക്ട് ഓൺലി ഓൺ ദി എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അതാണ്. അപ്പം എക്സിക്യൂട്ടീവ് ഫങ്ഷൻ എന്ന് പറയുന്നത് എൻറ്റയർലി ഇറ്റ് ഈസ് ആക്ച്വലി ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി എലക്റ്റഡ് ഗവൺമെൻറ്. എലക്റ്റഡ് ഗവൺമെൻറ് പറയുന്ന പോലെ മാത്രമേ ഗവർണർക്ക് ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. പിന്നീട് ഇപ്പോൾ നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് വന്നാൽ, ഒരു അസംബ്ലി പാസ്സാക്കുന്ന ഒരു ബില്ല് ഗവർണർക്ക് അയക്കുന്നു അസെൻറ്റിന് വേണ്ടി. കാരണം ഗവർണർ അസെൻറ്റ് ചെയ്തെങ്കിലേ അത് നിയമമാകും. അപ്പോൾ അത്ര ക്രൂഷ്യലായ ഒരു റോൾ ഗവർണർക്ക് അതിനകത്ത് പെർഫോം ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ UK ആ സിസ്റ്റം എടുക്കുന്നതുകൊണ്ടാണ് സോവറീൻ പാസ്സാക്കി അത് സൈൻ ചെയ്തെങ്കിലേ അത് നിയമമാകൂ എന്ന് പറഞ്ഞ പോലെ അതേ സിസ്റ്റം തന്നെയാണ് നമ്മുടേത്. അപ്പോൾ അതിനകത്ത് ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗവർണർ ഹാസ് എനി ഡിസ്ക്രിഷൻ ഇൻ ദിസ് മാറ്റർ എന്നുള്ളതാണ്. ഈ ആർട്ടിക്കിൾ 200 നമ്മൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ക്രിയേറ്റ് എ ലിറ്റിൽ കൺഫ്യൂഷൻ. അതായത് ഗവർണർ മേ അസെൻറ്റ് or withhold assent, or send it to the president for consideration, for his consideration, or he can send it back to the assembly for reconsideration. But if the assembly reconsiders it and passes it with or without the amendment suggested by the governor, he has to give assent. ഇതാണ് അതിൻ്റെ പൊസിഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ പൊസിഷൻ എങ്ങനെയാണ്. ഇപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് ഇതിൽ. ഒന്ന്, ഇതിനകത്ത് ഇപ്പോൾ ഈ ഒരു 4 ഓപ്ഷൻസ് ആണല്ലോ പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതി 3 ആക്കി, പക്ഷെ അത് വേറെ ഓക്കെ. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 4 ഓപ്ഷൻസ് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഈ 4 ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഈ 4 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്ന് എക്സസൈസ് ചെയ്യുക. അതാണ്. അതല്ലാതെ ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ അതർ ഓപ്ഷൻ മെൻഷൻഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ഗവർണർ ഹാസ് ടു ഗിവ് അസെൻറ്റ്. He can withhold assent, but I will come to that little later. Withhold എന്ന് പറയുന്ന അതിൻ്റെ ആ ഒരു പൊസിഷൻ. Or he can send it back to the assembly for reconsideration, or he can send it to the president of India for consideration. ഇതാണ്. But he has no option available to sit on a bill. അതാണ് നമ്മുടെ ഈ ആർട്ടിക്കിൾ 200-ൻ്റെ ഒരു സ്കീം എന്ന് പറയുന്നത്. ഒരു ലെജിസ്ലേറ്റീവ് മെഷർ or the legislative process should be completed as quickly as possible. അതാണ് നമ്മൾ ആർട്ടിക്കിൾ 200 വായിച്ച് നോക്കി അത് വ്യക്തമാകും. അത് ദാറ്റ് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്കീം so far as a legislative measure is concerned. It should be completed, all the processes should be completed as quickly as possible, because after all it is a law which is passed by the law making body. അപ്പോൾ ഈ ലോ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is a need for that law. That means the government which is in office, they feel the necessity or the urgency of having a law. Only then they will bring a bill before the house. And then the assembly passes it. It is sent to the governor. And the governor sits on the bill for 2 years, 3 years or 4 years or whatever. Is it permissible? That is totally against the constitutional scheme of lawmaking. So, like you said, as soon as possible എന്ന് പറയുമ്പോൾ തന്നെ there is no time frame fixed. No. See, that is what I was coming to. Is there a need for a time frame when
the Constitution uses these words as soon as possible. I mean, you don't need a time frame in terms of weeks or months or whatever. Not at all. Because the governor has to send it back to the assembly as soon as possible after it is received. എന്താ പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെയൊക്കെ അർത്ഥം വളരെ ക്ലിയർ അല്ലേ? അപ്പോൾ on what basis can the governor sit on this bill? He has no constitutional permission to sit on a bill which is sent by the assembly to the governor. That is the thing, that is the position, and that is precisely what the Supreme Court has said. As soon as possible. Actually, in my articles also, I emphasize these words. I said this is the intention of the Constitution making, that the whole legislative process should be completed as quickly as possible. Sir, there is a counter argument and a practical reason. According to Rajgor, ഇത്തരം legislations വരുമ്പോൾ അതിനോടൊപ്പം തന്നെ പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു slew of complaints വരും. ഈ legislation constitution പ്രകാരം നിൽക്കുന്നതല്ല. So naturally the governor is supposed to look into those complaints. അപ്പോൾ ഈ complaint കാരണം that will get delayed. ഇതാണ് മറ്റൊരു argument. See, the point is, നമ്മളിവിടെ ഒരു separation of powers ഉണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച്. The constitutionality of a particular legislative measure or a governmental action, executive action, is looked into by the court, not by the governor. That is not the domain of the governor or the president. It is the domain of the judiciary. They alone will decide whether a measure is constitutionally valid or not. അപ്പോൾ അതിൽ പറയുന്നതിനകത്ത് I don't think there is much substance in that. Sir, ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ ഈ ടസൽ ബിറ്റ്വീൻ ഗവർണേഴ്സ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഇൻക്രീസിംഗ്ലി പല സ്റ്റേറ്റ്സിലുണ്ട്, എസ്പെഷ്യലി ഓപ്പോസിഷൻ റൂൾ ചെയ്യുന്ന എല്ലാ സ്റ്റേറ്റ്സിലും ഈ ഒരു ട്രെൻഡ് നമ്മൾ കാണുന്നുണ്ട്. സർ, ഒരുപാട് വർഷമായിട്ട് ഇതിനെ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഇതൊരു പുതിയ ട്രെൻഡാണോ, അതോ നേരത്തെ UPA കോൺഗ്രസ് ലെഡ് ഗവൺമെന്റ്സ് ഉണ്ടായിരുന്നപ്പോഴും ഈ ഒരു ടെൻഡൻസീസ് ഉണ്ടാവാറുണ്ടോ? ഇല്ല, അങ്ങനെ ഇതിപ്പോൾ വാസ്തവം പറഞ്ഞാൽ ഇതൊരു പുതിയ ട്രെൻഡാണിത്. So we must admit it. There was no such case before that. I don't remember having come across any such case earlier. Governor, ഇപ്പോൾ ഒരു സംസ്ഥാനം ഭരിക്കുന്ന മറ്റൊരു പാർട്ടി ഭരിക്കുകയാണെങ്കിൽ അവിടുത്തെ ചീഫ് മിനിസ്റ്ററും ഒക്കെ ഒരല്പം ഒരു ചെറിയ ഒരസിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഇറ്റ്സ് എ നാച്ചുറൽ തിങ്. പക്ഷേ ഈ ഒരു എക്സ്റ്റെൻറ്റ് വരെ ഒരു ഗവർണർ പോവുക എന്ന് പറയുന്നത്, അതായത് നോട്ട് അസെൻഡിങ് ടു ദ ബിൽ and keeping the bill, sitting on the bill for 2 years or 3 years എന്നൊക്കെ പറയുന്നത് വളരെ വളരെ അൺപ്രസിഡൻറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ സാധ്യമല്ല, അങ്ങനെ ചെയ്യാനുള്ള കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള പെർമിഷൻ ഇല്ല എന്നുള്ളതാണ്. ആഫ്റ്റർ ഓൾ എവറിഥിങ് ഈസ് ഡിസൈഡഡ് ഓൺ ദ ബേസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് ആർ സപ്പോസ് ടു അഡ്ഹിയർ ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അവരുടെ ആക്ഷൻ എല്ലാം അങ്ങനെയാണ്. അതിനപ്പുറത്തവർക്കൊരു അതിനുള്ള അതോറിറ്റി ഇല്ലല്ലോ, ജൂറിസ്ഡിക്ഷൻ ഇല്ലല്ലോ. അതേപോലെ കോൺട്രവേഴ്സിയൽ ആയ ഒരു ഇഷ്യൂ ആണ് ഗവർണർ വിഡ്രോയിങ് ദ പ്ലഷർ എന്ന് പറഞ്ഞിട്ട് ഒരു മിനിസ്റ്റർക്കെതിരെ ഉപയോഗിച്ചൊരു പ്രയോഗമാണ്. അങ്ങനെ ഒരു റൈറ്റ് ഗവർണർക്കുണ്ടോ? നോ. സി, ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ചീഫ് മിനിസ്റ്റർ ഷാൽ ബി അപ്പോയിൻറ്റഡ് ബൈ ദ ഗവർണർ and other ministers shall be appointed on the recommendation of the chief minister. But they are actually recommended by the chief minister. So they can be removed on the recommendation of the chief minister. Governor is an authority. He acts not on his whims and fancies and all that. So far as appointment of a governor is concerned, minister is concerned, he can do that only on the recommendation of the chief minister. That is the thing. He cannot just pick up somebody and make him the minister. So that position should be clear. സർ, പറയുന്നതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ക്ലിയർ ആയിട്ട് എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ സംസാരിച്ചത് ഇതൊന്നും അറിയാതെ ആയിരിക്കും ഈ ഗവർണേഴ്സ് പെരുമാറുന്നത്. Well, I have no reason to believe that the governor doesn't know about it. അവിടെയാണല്ലോ ഈ പ്രശ്നം. Lieutenant question, obviously, do you think it's done politically? There is a political intention. See, normally I don't comment on politics and all that, But here, you can draw your own conclusion, actually. The point is that it is happening only in states, which are ruled by different parties. അവിടെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്.
So I am really appalled actually about what is happening in these states, like the governor, because governor means what? Governor is the head of the executive, and what the minister decides is the decision of the governor. So they are so inseparable. Governor doesn't have a different personality. He will stand apart and he will watch things and all that. അതാണ് മനസ്സിലായില്ലേ? ഇപ്പോൾ ട്രാൻസാക്ഷൻ ഓഫ് ബിസിനസ് റൂൾസിലും അലൊക്കേഷൻ ഓഫ് ബിസിനസ് റൂൾസൊക്കെ അനുസരിച്ച് പറയുന്നത് പറഞ്ഞാൽ everything is done in the name of the governor, but it is done by an officer and a minister, because that article of the Constitution says that the governor shall exercise his functions through officers subordinate to him. Officers subordinate to him എന്ന് പറഞ്ഞാൽ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? മിനിസ്റ്റേഴ്സിനെയാണ്. അത് നമ്മൾ ചെയ്തിരിക്കുന്നത്, ആ വാക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, we have borrowed it from the Government of India Act of 1935. In fact, the whole constitution is based on that. Government of India Act 1935. അതാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അഡ്വൈസ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ആളുകൾ, അവർക്കത് വളരെ ഈസി ആയിരുന്നു. സോ ദേ യൂസ്ഡ് ഓൾ ദി ടെർമിനോളജി വിച്ച് വാസ് യൂസ്ഡ് ഇൻ ദി 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. അതുകൊണ്ട് ചില കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ വേറൊരു കാര്യം. അതാണ് കാരണം ഈ ഓഫീസേഴ്സ് സബോർഡിനേറ്റ് ടു ഹിം എന്ന് പറയുന്നത്, ദാറ്റ് ഫ്രേസിയോളജി വാസ് യൂസ്ഡ് ബൈ ദ ബ്രിട്ടീഷേഴ്സ്, മനസ്സിലായോ? ആൻഡ് ഇറ്റ് വാസ് ഫോർ എ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് the ministers were just picked up, chosen by the governor at will. It was his discretion. അങ്ങനെയാണ്. അന്ന് there was no responsible government. So governor could pick up anybody and make him the minister, and he can be disposed of by the governor at will. That used to be the case, and very clearly written in the Government of India Act 1935. The governor had discretion. ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പൊളിറ്റിക്കൽ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ഈ ഗവർണർ അപ്പോയിന്റ്മെന്റ് പലപ്പോഴും ഇപ്പോഴും നടക്കുന്നത്. സ്വാഭാവികമായും സെൻട്രലിലിരിക്കുന്ന ഒരു ഭരണകക്ഷിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഐഡിയോളജിയോ മറ്റു താല്പര്യങ്ങളോ ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഗവർണർ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ താല്പര്യങ്ങളുടെ ഒരു വക്താവല്ലേ. ആ സ്ഥിതിക്ക് നമുക്ക് ഗവർണർ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഗവർണർ റബ്ബർ സ്റ്റാമ്പ് പോലെ ഇരിക്കണം എന്ന് പറയാൻ കഴിയും? ഇല്ല, ഇതിലൊക്കെ ഇപ്പം അതൊരു എക്സ്ട്രീം വ്യൂ ആണത്. അപ്പോൾ അങ്ങനെ റബ്ബർ സ്റ്റാമ്പായിട്ട് പ്രവർത്തിക്കുന്ന ആരും പറയുന്നില്ലല്ലോ റബ്ബർ സ്റ്റാമ്പായിട്ട് പ്രവർത്തിക്കണമെന്ന്. പക്ഷേ യു ഹാവ് ടു ഫങ്ഷൻ വിത്തിൻ ദി ഫ്രെയിംവർക്ക് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതാണ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സേസ് ദാറ്റ് ദ ഗവർണർ ഷാൽ ഡിസ്ചാർജ് ഹിസ് ഫങ്ഷൻസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇൻ അക്കോർഡൻസ് വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ദർ ഷാൽ ബി എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ദ ഗവർണർ ഇൻ ദ ഡിസ്ചാർജ് ഓഫ് ദീസ് ഫങ്ഷൻസ്. അപ്പോൾ അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അങ്ങനെ ഒരു അഡ്വൈസോട് കൂടി മാത്രമേ ഗവർണർക്ക് ഫങ്ഷൻ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താണ് അതിനകത്ത്? ഫർദർ ക്വസ്റ്റ്യൻസ് ഡസൻറ്റ് അറൈസ് ആക്ച്വലി. ദാറ്റ് ഈസ് ദ തിങ്. ഹി ക്യാൻ ആക്ട് ഓൺലി ഓൺ ദി അഡ്വൈസ്. സോ വിതൗട്ട് ദി അഡ്വൈസ് ഹി കനോട്ട് ആക്ട്. അതല്ലേ? അതേസമയത്ത് ദർ ആർ സർട്ടൻ ഏരിയാസ് വേർ ഹി ക്യാൻ എക്സസൈസ് ഹിസ് ഡിസ്ക്രിപ്ഷൻ. അതുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. അത് ഫോർ എക്സാമ്പിൾ, ഇഫ് ദർ ഇസ് എ കോയലീഷൻ കൈൻഡ് ഓഫ് തിങ്, എ പാർട്ടി ഡസൻറ്റ് ഹാവ് എ മെജോറിറ്റി, in that situation it is actually the governor who will decide who should be the chief minister and all that. അത് അതിനകത്ത് അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ട്. സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാറില്ല. എന്നാലും theoretically we can say that he has a discretion. He will choose the chief minister. There are A, B, C, 3 or 4 people are there, he will choose one. അങ്ങനെ ചെയ്യാനൊരു പോസിബിലിറ്റി അങ്ങനെ ഉണ്ട്. പക്ഷേ കോയലീഷൻ ആണെങ്കിലും there is a dominant party and then that party leader will be the chief minister, he will be. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ തിയററ്റിക്കലി ദർ ഈസ് എ ഡിസ്ക്രിപ്ഷൻ ദെയർ. പിന്നെ ഈ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്നുണ്ട്, എക്സെപ്റ്റ് ദി ഏരിയാസ് വേർ ഹി ക്യാൻ എക്സസൈസ് ഹിസ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഏരിയാസ് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ ദി ഗവർണർ ഹാസ് എ സ്പെഷ്യൽ റോൾ ദെയർ. മനസ്സിലായില്ലേ? ചില കാര്യങ്ങളിൽ, അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ ഗവർണർ ക്യാൻ ഫങ്ഷൻ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അത് കോൺസ്റ്റിറ്റ്യൂഷണലി തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അതാണ് ബൈ ഓർ അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം അതാണ്. മനസ്സിലായില്ലേ? പിന്നെ അങ്ങനെ
ചില അവിടെയൊക്കെയാണ് ഈ ഗവർണർക്ക് ഒരു ഡിസ്ക്രിപ്ഷൻ ഉള്ളത്. ഇപ്പം അപ്പോയിൻറ്റിങ് എ ചീഫ് മിനിസ്റ്റർ in a particular situation where there is a coalition and all that, where no party gets majority, അവിടെയൊക്കെ ഗവർണർക്കൊരു ഡിസ്ക്രിപ്ഷൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 356. ഇപ്പോൾ if there is a breakdown in the constitution machinery in a particular state, certainly the governor can give a report to the president. And he doesn't go by the advice of the council of ministers there. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ he can do it independently. അങ്ങനെയൊക്കെയുള്ള ഏരിയാസിലാണ് ഗവർണേഴ്സിൻ്റെ ഡിസ്കഷൻ കിടക്കുന്നത്. ബട്ട് നോട്ട് ഇൻ അതർ തിങ്സ്. ഇതിലൊരു ഗ്രോയിങ് ഡിമാൻഡ് ഉണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും പാർട്ടീസ് ലൈക്ക് CPI ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്, ഈ ഗവർണർ എന്നുള്ള ഒരു സിസ്റ്റം തന്നെ നമുക്ക് ആവശ്യമില്ല. വൈ ഷുഡ് വി ഹാവ് എ ഗവർണർ? കാരണം സാറി പറഞ്ഞതുപോലെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, ദേ ക്യാൻ ടേക്ക് എ കോൾ. ഗവർണർക്ക് പ്രത്യേകിച്ച് റോൾസ് ഒന്നും ഇല്ലെങ്കിൽ വൈ ഷുഡ് വി ഹാവ് എ ഗവർണർ? അല്ലാതെ നമ്മുടെ ആ സിസ്റ്റത്തിൻ്റെ ഒരു മേ ബി എ റിക്വയർമെൻറ്റ്. നമ്മളൊരു ഫെഡറൽ സിസ്റ്റം ആണെങ്കിലും ഇറ്റ് ഹാസ് വെരി സ്ട്രോങ് യൂണിറ്ററി ഫീച്ചേഴ്സ്. മനസ്സിലായില്ലേ? നമ്മുടെ ഒരു 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 ക്വാസായി ഫെഡറൽ എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്സ് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു റിലക്റ്റൻറ്റ് ഫെഡറലിസം എന്നാണ് ഞാൻ പറയുന്നത്. ഇതിനെ ഫെഡറലിസം ഈസ് എ റിലക്റ്റൻറ്റ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഞാനങ്ങനെ ഒരു പുതിയ ഒരു അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാലേ, അതായത് ഈ ഫെഡറലിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ക്ലാസിക്കൽ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പാറ്റേൺ ആണോ, അങ്ങനല്ലല്ലോ. അവിടെ ദി ഫെഡറേറ്റിംഗ് യൂണിറ്റ്സ് came together, entered into an agreement, and then they created this federal government. That is how it happened there. But here it is just the opposite. India shall be a union of states. ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പം യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ നോട്ട് ബിക്കോസ് ഓഫ് എനി എഗ്രിമെൻറ്റ് ടു കം ടുഗദർ ഓർ തിങ്സ് ലൈക്ക് ദാറ്റ്. ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് വാസ് ക്രിയേറ്റഡ്. എന്നിട്ട് ആർട്ടിക്കിൾ 3 നമ്മൾ നോക്കിയാൽ പാർലമെൻറ്റ് ഹാസ് ദി പവർ, enormous power to do certain things with the state. You can play football with the state. അതാണ്, Parliament can play football with the states. Parliament can change the name of the state, redraw the boundaries of the states, and cut off a portion of the state and make it a union territory. I mean, that portion. ഇതെല്ലാം പാർലമെൻറ്റിന് ചെയ്യാവുന്നതാണ്. It doesn't happen in a federal setup. State is intact in a federal state. Parliament, federal government doesn't have any power to tamper with the state. അതാണ്, അങ്ങനെ ഒരു സെറ്റപ്പാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓഫ് കോഴ്സ് അതിന് ഹിസ്റ്റോറിക്കൽ റീസൺസ് ഒക്കെ ഉണ്ട്. അതിപ്പം ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഇൻ ടു ഓൾ ദാറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാർലമെൻറ്റിന് ഒരു സ്റ്റേറ്റിൻ്റെ ബൗണ്ടറി മാറ്റിയെടുക്കാനും പേര് മാറ്റിയെടുക്കാനും അതിന്ന് 2 ആക്കാനും 3 ആക്കാനും അമാൽഗമേറ്റ് ചെയ്യാനും ഒക്കെ അധികാരമുണ്ടെങ്കിൽ then what name will you give this kind of a setup? That is why I was looking for a proper expression. That is why I coined this expression, reluctant federalism. പറയാൻ കാരണം അതാണ്. ആർട്ടിക്കിൾ 256 and 57 അത് നമ്മൾ നോക്കിയാൽ ദി യൂണിയൻ ഗവൺമെൻറ് ക്യാൻ ഗിവ് ഡയറക്ഷൻ ടു ദ സ്റ്റേറ്റ്സ്. നമ്പർ 1, in the matter of enforcement of the parliament made law. ഒരു ലോ എങ്ങനെ എൻഫോഴ്സ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് they can give directions to the state. അതുപോലെ തന്നെ they can also issue directions to the state to make sure that the executive power of the state is so used as not to impede the exercise of the union's executive power. മനസ്സിലായില്ലേ? അത് പറയുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ദീസ് തിങ്സ് ഡു നോട്ട് ഹാപ്പൻ ഇൻ എ ഫെഡറൽ സ്റ്റേറ്റ്. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വിത്ത് റിഗാർഡ് ടു സം എക്സസൈസ് ഓഫ് ദി എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് പവറിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ തടസ്സം വരാതെ മാത്രമേ ഒരു സ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവ് പവർ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള ആ ഒരു പൊസിഷൻ, ആ പൊസിഷന്
ensure ചെയ്യാൻ വേണ്ടി direction, they can issue directions. So in effect, what will happen? You will give directions to the state to use your executive power in a particular way. അതാണ് അതിൻ്റെ കാര്യം. In effect, that is what it is. അത് സാധാരണ സംഭവിക്കാറില്ല. ഇനിയിപ്പോൾ ഒരു സ്റ്റേറ്റ് ഇത് ഡിഫൈ ചെയ്യുന്നു വെച്ചു. Suppose a state defies this direction, then Article 365 comes into operation. അത് പറഞ്ഞിരിക്കുന്നത് Article 365 says that if a state defies a direction given by the union government, which it has power to do, it has jurisdiction to do that, then it shall be concluded that there is a breakdown of the constitution machinery in the state. Then automatically Article 356, President's rule. That means, suppose today the central government issues a direction to a particular state to exercise their executive power in a particular way, and you don't accept that, you defy that, then the central government can impose a president's rule on a particular state. Coming back to your 40 years with the Lok Sabha, 40 years is quite a long time. Sir, you must have seen at least 10 prime ministers in close quarters. Morarji Desai തുടങ്ങിയിട്ട് നരേന്ദ്ര മോദി വരെ. ഇല്ല, നരേന്ദ്രമോദിയുടെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പോയിരുന്നു. So how do you view that period? അല്ലെങ്കിൽ ഒരു പ്രൈം മിനിസ്റ്റേഴ്സിന് വരുന്നതിൽ we were discussing about ജനതാ ഗവൺമെന്റ് വരുന്ന ഒരു പീരീഡ്. അതായത് ഇപ്പോൾ ഇന്ദിരാഗാന്ധി, ഞാൻ ചെല്ലുമ്പോൾ ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി. ഇന്ദിരാഗാന്ധി അപ്പോൾ ആ പാർലമെൻറ്റ് തീരുകയാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധി അവരുടെ ലീഡർഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ആ ഒരു തത്രപ്പാടിലാണ് ആ സമയത്ത്. അപ്പോൾ എങ്ങനെയായി തീരുമെന്നൊന്നും അറിയത്തില്ല. ദർ വാസ് ലോട്ട് ഓഫ് അൺസർട്ടനിറ്റി. കാരണം ഷി വാസ് ആക്ച്വലി ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ദി ഓൾഡ് ഗാർഡ്സ്, വെരി പവർഫുൾ ആൻഡ് tremendous vested interest, all that. Formidable array of political leaders, അവർക്കെതിരായിട്ടുള്ളൊരു ഒറ്റയാൻ പട്ടാളത്തിൻ്റെ മാതിരിയുള്ളൊരു ഫൈറ്റായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയാണ് ഒരുപാട് ഇക്കണോമിക് മെഷേഴ്സ് ഒക്കെ അവർ ഇൻട്രൊഡ്യൂസ്, ബാങ്ക് നാഷണലൈസേഷൻ, ദിസ് നാഷണലൈസേഷൻ, ദാറ്റ് നാഷണലൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്ത് അപ്പോൾ അതിൽ സുപ്രീം കോർട്ടൊന്നും അവർക്ക് അനുകൂലമായിട്ട് നിന്നില്ല. സുപ്രീം കോർട്ട് വാസ് ആക്ച്വലി ടേക്കിംഗ് എ പൊസിഷൻ എഗെയിൻസ്റ്റ് ഹർ. അപ്പോൾ പ്രോപ്പർട്ടി റൈറ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ് ആയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് സെൻട്രൽ ലെജിസ്ലേഷൻസിനെ സുപ്രീം കോർട്ട് സ്ട്രൈക്ക് ഡൗൺ ചെയ്തിരുന്നു, ഈ നാഷണലൈസേഷൻ അതുപോലെ തന്നെ ഉള്ള മറ്റ് കാര്യങ്ങളൊക്കെ. അങ്ങനെയുള്ളൊരു സ്റ്റേജിലാണ്. അപ്പോൾ ഓൾഡ് ഗാർഡ്സ് വർ എഗെയിൻസ്റ്റ് ഹർ, ദി എൻറ്റയർ ജുഡീഷ്യറി വാസ് സീമിംഗ്ലി എഗെയിൻസ്റ്റ് ഹർ. അപ്പോൾ അങ്ങനൊരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് അവർ ഫൈറ്റ് ചെയ്ത് വന്നതേ. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ദെയർ ഓൺ ഹർ. her whole perception about Indian politics and politicians, was influenced by these developments. അങ്ങനെ വന്നതാണ്. അപ്പോൾ അവർ 71 നടന്ന ഇലക്ഷനിൽ അത് ഷീ ഗോട്ട് 2/3 മെജോറിറ്റി. അപ്പോൾ അവിടെ മുതൽ എ ന്യൂ ഫേസ് ഇൻ ദി ഇന്ത്യൻ പൊളിറ്റിക്സ് സ്റ്റാർട്ടഡ് ആക്ച്വലി. അപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന ആ അൺസർട്ടനിറ്റിയും കാര്യങ്ങളും ഒക്കെ പോയി. ആ നെഹ്റുവിയൻ ട്രഡീഷൻസൊക്കെ മിക്കവാറുമൊക്കെ അസ്തമിച്ചവിടെ. ഇപ്പോൾ നെഹ്റുവിയൻ ട്രഡീഷൻ എന്ന് പറയുമ്പോൾ അതിന് ചില പ്രത്യേകതകളുണ്ട്. അതൊരു ഫെയ്ത്ത് ഇൻ ദി അൺഷേക്കബിൾ ഫെയ്ത്ത് ഇൻ ദി ഡെമോക്രാറ്റിക് നോംസ്. പാർലമെൻറ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വന്ന് അവിടെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്മറിയിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. He would come and sit in the house every day during question hour. ആ സമയത്തൊക്കെ അവിടെ വന്നിരിക്കും. ഇരുന്ന് ഈ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് പറയുന്ന മിനിസ്റ്റേഴ്സ് പറയുന്ന പുള്ളി കാര്യമായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു. ശ്രദ്ധിച്ചിട്ട് ഏതെങ്കിലും ഒരു മന്ത്രി ശരിയായ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുള്ളിക്ക് തോന്നുകയാണ് പോരാ എന്ന് തോന്നിയാൽ എണീറ്റ് he would stand up and he would supplement the reply of that minister. ചിലപ്പോൾ മിനിസ്റ്ററെ കറക്റ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് ഈസ് എ ഫോറം വി ഷുഡ് ബി ടോൾഡ് ദ ട്രൂത്ത്. നത്തിങ് ഷുഡ് ബി കെപ്റ്റ് ഫ്രം പാർലമെൻറ്റ് ആൻഡ് വാട്ട് എവർ യു സേ ബിഫോർ പാർലമെൻറ്റ് ഷുഡ് ബി കറക്റ്റ്.
ആൻഡ് ട്രൂ. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെയാണ്. രണ്ടാമത്തെ കാര്യം, പ്രതിപക്ഷങ്ങൾക്ക് കൂടുതൽ സമയം കൊടുക്കണമെന്ന് പറയുമായിരുന്നു. ഇൻഫാക്ട് ഹി യൂസ് ടു അഡ്വൈസ് ദ സ്പീക്കർ ടു ഗിവ് ദം മോർ ടൈം. അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ പ്രതിപക്ഷങ്ങളുടെ ലീഡേഴ്സ് പ്രസംഗിക്കുമ്പം യു വുഡ് കം ആൻഡ് സിറ്റ് ദെയർ ടു ലിസൺ ടു ദം. അത് പുള്ളിയുടെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ ഒരു വളരെ കമ്പല്ലിങ് ലോജിക്കാണ്. പിന്നെ പറയുന്നത്, see, my partymen will never say anything against me or my policies or the policies of my government. So I will not get to know the other side of the picture. It is you who will say that, and I want to listen to you more and more so that I know where I have failed or where I have faltered so that I can course correct. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളത്. അപ്പോൾ അത് ഇറ്റ്സ് എ വെരി ഡെമോക്രാറ്റിക് അപ്രോച്ച്. ഇങ്ങനെയായിരുന്നു വാജ്പേയി. വാജ്പേയി വാസ് യങ്, വെരി ഡൈനാമിക് പേഴ്സൺ. അദ്ദേഹത്തിന് ഈ ഹിന്ദിയിൽ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ നമുക്ക് ഇൻഡിസ്ക്രൈബിളാണ് അദ്ദേഹത്തിൻ്റെ ഈ ഹിന്ദി പ്രസംഗം എന്നൊക്കെ പറയുന്നത്. അത്ര ശക്തിയായ ആ ഭാഷയിൽ അങ്ങനെ പ്രസംഗിക്കാൻ പറ്റുന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. ആ രീതിയിൽ പ്രസംഗിക്കുന്ന ഒരു കക്ഷിയായിരുന്നു അദ്ദേഹം. നെഹ്റുവിനെ ഭയങ്കരമായിട്ട് വിമർശിച്ചു. നെഹ്റു കേട്ടുകൊണ്ടിരുന്നു. അതിനുശേഷം ഈ പ്രസംഗം കഴിഞ്ഞ് വാജ്പേയി വെളിയിൽ വന്ന് ലോബി കൂടെ വന്ന് ഈ സെൻട്രൽ ഹോളിലോട്ട് പോകും. അപ്പോൾ അവിടെ ലോബിയിൽ വെച്ച് നെഹ്റു പിടിച്ചു ഇയാളെ. പിടിച്ചു പറഞ്ഞു, बहुत अच्छे बोले हैं तुम എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, യു സ്പോക്ക് വെരി വെൽ, യങ് മാൻ, കീപ് ഇറ്റ് അപ്പ്. ഇങ്ങനെ പറഞ്ഞു. വാജ്പേയി തന്നെ പറഞ്ഞതാണ്. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ച്. അതുകൊണ്ടാണ് വാജ്പേയി എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയപ്പോഴേ ദ ഫസ്റ്റ് സ്പീച്ച് ഹി മെയ്ഡ് ഇൻ ദ ലോക് സഭ, എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ബജറ്റിൻ്റെ പ്രസംഗത്തിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ അങ്ങനെ ഓരോ മിനിസ്ട്രിക്കും പ്രത്യേകമായ ഇത് ഡിമാൻഡ്സ് ഉണ്ട് അതിന്. അപ്പോൾ അത് അവർക്ക് പ്രത്യേക ഡിസ്കഷനുണ്ട് അതിനെക്കുറിച്ച്. അങ്ങനെ ഒരു ഡിസ്കഷൻ്റെ മറുപടി പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് പുള്ളി ഹിന്ദിയിലാണ് പറഞ്ഞത്. എന്നത് ഇന്ത്യയുടെ വിദേശനീതിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് പണ്ഡിറ്റ്ജിയെ മറക്കാൻ കഴിയുക? ആദ്യത്തെ വാചകം അദ്ദേഹത്തിൻ്റെ. ജസ്റ്റ് റിമെമ്പർ, ഹി ഈസ് ഓൺ ദി RSS സ്ട്രീം. അവരാണ് ഏറ്റവും വലിയ നെഹ്റു ബേറ്റേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനൊരു സ്ട്രീമിൽ നിന്ന് വന്ന ഒരാളാണ് ഈ പറഞ്ഞത്. ഇന്ത്യയുടെ വിദേശനീതിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പണ്ഡിറ്റ്ജിയെ എങ്ങനെയാണ് മറക്കാൻ കഴിയുക എന്നുള്ളത്. ആ രീതിയിലായിരുന്നു. അപ്പം ആ പാർലമെൻറ്റിൻ്റെ ആ ഡിസ്കോഴ്സിൽ ഉണ്ടായ ആ മ്യൂച്വൽ ഉള്ള ആ ഒരു റെസ്പെക്റ്റ് ആൻഡ് കൺസിഡറേഷൻ, അതൊക്കെ നമുക്കെന്ന് പറഞ്ഞാൽ വി ക്യാൻ ഇമ്മീഡിയറ്റ്ലി സീ ഇറ്റ് ബിഫോർ അസ്. ആ പാരമ്പര്യം അങ്ങ് പോയി. പിന്നീട് ഇന്ദിരയോട് കൂടിയാണോ അതിനൊരു ചേഞ്ച് വരുന്നത്? അല്ല, ഇന്ദിരാഗാന്ധിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി അവർക്ക് പൊളിറ്റീഷ്യൻസ് ഈ ഓപ്പോസിഷനോട് അത്ര വലിയ താല്പര്യം പ്രേമമൊന്നും ഉണ്ടായിരുന്ന ആളല്ല അവർ. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പം ഞാനതിൻ്റെ സിസ്റ്റത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന ആളായിരുന്നതുകൊണ്ട് എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അതായത് ഇഷ്യൂസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൂഷ്യലായിട്ടുള്ള ഇഷ്യൂസൊക്കെ പൊളിറ്റിക്കൽ അവിടെ വരുമ്പം സഭ പ്രക്ഷുബ്ധമാകും, പ്രതിപക്ഷങ്ങൾ ഭയങ്കര ശക്തിയുമായിട്ട് എതിർക്കും ഗവൺമെൻറ്റിനെ. അങ്ങനെയൊക്കെ വന്ന് മുമ്പോട്ട് നീങ്ങാൻ വയ്യാത്തൊരവസ്ഥയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്കൊരു വേറൊരു ഇൻഫോർമൽ ലെവലുണ്ട്, ഒരു ഇൻഫോർമൽ ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇതുണ്ട്. അതവർ ഷീ കെപ്റ്റ് ഇറ്റ് അലൈവ്. ഇന്ദിരാഗാന്ധിയെ പറ്റി പറഞ്ഞതുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ സാർ ലോക്സഭ സെക്രട്ടേറിയറ്റിലുള്ള ഒരാളാണ്. ആ ഒരു പീരീഡ് എങ്ങനെയായിരുന്നു ആസ് എ ലോക്സഭ സെക്രട്ടേറിയറ്റ് മെമ്പർ? എമർജൻസിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് സംതിങ് വിച്ച് ഐ കാൻറ്റ് ഈവൻ നോ ബിലീവ് ദാറ്റ് എമർജൻസി ഹാഡ് ടു ബി ഡിക്ലെയർഡ്.
കാരണം അങ്ങനെ അല്ലായിരുന്നു അതിൻ്റെ ഇറ്റ്സ് നോട്ട് എ നാച്ചുറൽ കോൺസിക്വൻസ്. അവർക്കെതിരായിട്ട് ഈ കറപ്ഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ദർ വാസ് എൻ അൺറെസ്റ്റ് ഇൻ സം പാർട്സ് ഓഫ് ദ കൺട്രി, പെർട്ടിക്കുലർലി ഇൻ ദ നോർത്ത്. അത് ജയപ്രകാശ് അതിലേക്ക് വന്നു കഴിഞ്ഞു ഓൾറെഡി. നവനിർമ്മാൺ മൂവ്മെൻ്റ് ഒക്കെ ഈ ഗുജറാത്തിലൊക്കെ ഉണ്ടായിരുന്നത്. അത് ഓൾദോ ഹി വാസ് നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദാറ്റ്, ബട്ട് they had the blessings of Jayaprakash, and Jayaprakash was doing certain things in Bihar also. A fight against corruption and misgovernance and all that kind of thing. ഇങ്ങനെ ഇപ്പം നവനിർമ്മാൺ മൂവ്മെൻറ്റ് ഗുജറാത്തിൽ വന്ന് ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ ചിമൻഭായ് പട്ടേലിനെയൊക്കെ വിളിച്ചാടിക്കേണ്ടി വന്നു. അവസാനം he had to go and the assembly had to be dissolved and all that. അപ്പോൾ അത് അവരുടെ ഒരു ഭയങ്കര വിക്ടറി ആയിരുന്നു. It was actually spearheaded by the students. അപ്പോൾ അതിൽ ജയപ്രകാശ് ഒരു പൊട്ടൻഷ്യൽ കണ്ടു ടു ഓർഗനൈസ് എ മാസ് മൂവ്മെൻറ്റ് അഗെയിൻസ്റ്റ് ഇന്ദിരാഗാന്ധി. ഇതായിരുന്നു പ്ലാൻ. അത് ബീഹാറിൽ അദ്ദേഹം നടത്തി. അപ്പം അങ്ങനെ വന്ന് അപ്പം അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു. ഇന്ദിരാഗാന്ധി വാസ് ബിക്കമിങ് മോർ ആൻഡ് മോർ ഇംപേഷ്യൻറ്റ്. പിന്നെ ഒരുപാട് ഇക്കണോമിക് സിറ്റുവേഷനൊക്കെ വളരെ മോശമായി. ബംഗ്ലാദേശ് വാറിന് ശേഷം ദി ഇക്കോണമി സഫേർഡ് ടെറിബിളി. ഭയങ്കര പ്രൈസ് റൈസ്, പിന്നെ ഓയിൽ ക്രഞ്ച്, എണ്ണ കിട്ടാതായി. കാരണം അവിടെ ഗൾഫിൽ യുദ്ധം നടക്കുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ മണ്ണെണ്ണയ്ക്ക് പോലും വില ഭയങ്കരമായിട്ട് കൂടി. അങ്ങനെ വല്ലാത്തൊരു ഇക്കണോമിക് കണ്ടീഷനിലാണ് ആ സമയത്ത് ഇന്ത്യ വാസ് പാസിങ് ത്രൂ ദ വെരി വെരി ഡിഫിക്കൽട്ട് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. അന്നേരം പിന്നെ ഈ പൊളിറ്റിക്കലി ദേ വർ ട്രൈങ് ടു സറൗണ്ട് ഹർ. അങ്ങനെ ഒക്കെ വന്നപ്പോഴെന്ന് പറഞ്ഞാൽ ഷീ ബിക്കെയിം മോർ ഇംപേഷ്യൻ്റ്. ആൻഡ് അതിൻ്റെ കൂടെ ഇത് അലഹബാദ് ഹൈക്കോർട്ടിൻ്റെ ഒരു ഡിസിഷൻ അൺസീറ്റിങ് ഹർ, ഐ മീൻ ഇൻവാലിഡേറ്റിങ് ഹർ എലക്ഷൻ, അതുകൂടെ വന്നപ്പോൾ ഫോർ അറ്റ്ലീസ്റ്റ് എ വീക്ക് ദർ വാസ് utter confusion there. Government was not functioning. Nobody knew what was going to happen. Everybody knew thoughts that Indira Gandhi was going. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു മൂഡിലായിരുന്നു ആ സമയത്ത്. പക്ഷേ അവരെ അഡ്വൈസ് ചെയ്ത ഷീ ഹാഡ് സർട്ടൺ അഡ്വൈസേഴ്സ്. അപ്പം അതിനകത്ത് ഇൻസൈഡ് സ്റ്റോറി നമുക്കറിയത്തില്ല എന്താ സംഭവിച്ചെന്നുള്ളത്, കാരണം ദാറ്റ് ഈസ് അവേ ഫ്രം പാർലമെൻറ്റ്. പക്ഷെ ഞാൻ ഈ ഇതാണ് ഗ്രാൻവിൽ ഓസ്റ്റിൻ എന്ന് പറഞ്ഞൊരു ഓഥറുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ. അതിനെക്കുറിച്ച് വളരെ ഒത്തൻറ്റിക്കായ 2-3 പുസ്തകങ്ങൾ എഴുതിയ ഒരാളാണ് ഗ്രാൻവിൽ ഓസ്റ്റിൻ എന്ന് പറഞ്ഞു. അതിൽ എൻ്റെ ഒരു ഹിസ്റ്ററി ട്രേസ് ചെയ്തിട്ടുണ്ട് നോങ്ങ. ബിക്കോസ് ഹി ടോക്ക് ടു മെനി ഓഫ് ദി പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഓഫ് ദ ടൈം. അപ്പോൾ അയാൾ പറയുന്നത് ഈ ദീപിധാർ, ഹക്സർ എന്നൊക്കെ പറഞ്ഞ കക്ഷികൾ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു അഡ്വൈസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, നമുക്കറിയത്തില്ല. അപ്പോൾ പോയാൽ എങ്ങനെ? ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റ്സ് എ ഗെയിം ഓഫ് കട്ട് ത്രോട്ട്സ്. ഒരു പൊസിഷനിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുമെന്നുള്ളൊരു വലിയ ഗ്യാരണ്ടിയൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ് ഈ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതും പവർ പൊളിറ്റിക്സ്. യു ആർ ഇൻ പവർ, സോ ലോങ് ആസ് യു ആർ ഇൻ പവർ യു വിൽ ബി വർഷിപ്ഡ് ബൈ പീപ്പിൾ, ബട്ട് ദ മൊമെൻറ്റ് യു ആർ ഔട്ട് then you can imagine what will happen. ഇങ്ങനൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഷീ ടുക്ക് എ കാൽക്കുലേറ്റഡ് റിസ്ക്. അതാണ്. പക്ഷേ എമർജൻസി ഡിക്ലെയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് എ വെരി 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 ഡിഫിക്കൽട്ട് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. അതൊരു വളരെ പെയിൻഫുൾ ഡിസിഷൻ ആയിരിക്കണം ഒരു പക്ഷേ അവർക്ക്. പക്ഷെ അതെടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഷീ ഹാഡ് ടു ഗോ അഹെഡ് വിത്ത് ദിസ്. ഒരു സമയത്ത് അവർ പറഞ്ഞതാണ്, ഈ എമർജൻസി ഒക്കെ ഇറ്റ് വാസ് ഇൻ ഫുൾ സ്വിങ്. ആ സമയത്ത് പറഞ്ഞതാണ്, യെസ് ദി ഓപ്പോസിഷൻ ഹാസ് ബീൻ വാങ്ക്വിഷ്ഡ് ബട്ട് ദേ ഹാവ് നോട്ട് ബീൻ എക്സ്റ്റർമിനേറ്റഡ്. നമ്മുടെ ഹിസ്റ്ററിയിൽ വളരെ നല്ല കാര്യങ്ങൾ ചെയ്ത ഗവൺമെന്റ് എന്നുള്ള രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഗവൺമെന്റാണ് UPA 1. എന്നാൽ UPA 2 എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് കറപ്റ്റ് ഗവൺമെന്റ്സ് എന്ന പെർസെപ്ഷനോട് കൂടി ഇറങ്ങിപ്പോയ ഒരു ഗവൺമെന്റുമാണ്. ഈ UPA 1 UPA 2 തമ്മിൽ രണ്ടിനെയും അടുത്ത് കണ്ട ഒരാളെന്ന നിലയിൽ
ഈ ഒരു മാറ്റത്തെ, ഈ ഒരു ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് സർ? വാട്ട് ഹാപ്പൻഡ് ആക്ച്വലി UPA 1 and UPA 2 തമ്മിൽ? See, UPA 1 was the first attempt by the Congress to run the country with the help of a coalition. മറ്റേ നരസിംഹറാവു ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും അതൊരു കോയിലീഷൻ എന്ന് ആ രീതി പറയാൻ പറ്റില്ല. ഹി ഹാഡ് ദ സപ്പോർട്ട് ഓഫ് അതർ പാർട്ടി, ബട്ട് ഹിയർ ദർ വാസ് എ കോയിലീഷൻ ഇൻ ദ ഫോർമൽ സെൻസ്. അവിടെ കാരണം അതൊരു എക്സ്പെരിമെൻറ്റ്, ഇറ്റ് വാസ് എൻ എക്സ്പെരിമെൻറ്റ്, സോ ദേ വർ വെരി കോഷ്യസ്. മനസ്സിലായോ? അങ്ങനെയാണത് പോയത്. അത് ഓഫ് കോഴ്സ് ദെൻ ദിസ് ആറ്റമിക് എനർജി എഗ്രിമെൻറ്റ് ഒക്കെ വന്നു. പക്ഷേ ഇറ്റ് വാസ് ദ റണ്ണിങ് വാസ് വെരി സ്മൂത്ത് ഈ ഫസ്റ്റ് ഇതിൽ. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തേത് പോലല്ല അവർ ഫങ്ഷൻ ചെയ്യുക, അതുകൊണ്ട് അതാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോൾ സംതിങ് ഹാഡ് ഗോൺ റോങ് സംവെയർ. അതിപ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഫിഗർ ഔട്ട് വാട്ട് എക്സാക്ട്ലി ഹാപ്പൻഡ്. മൻമോഹൻ സിംഗ് ഈസ് എ thorough gentleman. ഇതിൻ്റെ ഒരു കൺട്രോൾ എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രസിഡൻറ്റിൻ്റെ ഭയങ്കര, ഷീ ഹാഡ് മേജർ സേ ഇൻ തിങ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ UPA 2 ഇങ്ങനെ പോയത് എങ്ങനെയാണെന്ന് നമുക്കൊരു സംശയം തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ when she had control over everything in the first UPA and things were going on very smoothly. There was no problem at that time. So what happened, what went wrong in again? അതുകൊണ്ട് you can make your own guess. I did not know actually exactly what happened. I was in the midst of things. So it was very difficult to see what, you cannot take an objective view of things. So, you have to stand apart and look at things from a distance. But I was in it. In the midst of it. ഇതാണ് ചിലരുടെ ഒരു ആർഗ്യുമെന്റ്, അതിൽ UPA 1 ലെഫ്റ്റിന് ഒരു ക്രൂഷ്യൽ റോൾ ഉണ്ടായിരുന്നു, UPA 2 ആയിരുന്നപ്പോൾ ലെഫ്റ്റ് അതിൽ ഇല്ല എന്നുള്ളതുമാണ് ഒരു മേജർ റീസൺ ആയിട്ട്. Well, it's the fact that left had a major influence in the coalition. UPA 1. In UPA 1. അതുകൊണ്ടായിരുന്നു പിന്നെ അവർ അതിൽ പോയപ്പോഴേ എനർജി, ആറ്റമിക് എനർജിയുടെ ഇതിൻ്റെ ഡീല് വന്നപ്പോഴാണല്ലോ അവർ പോയത്. രണ്ടാമത്തെ I think they became very smug, very somnolent, and they became, I don't know. അതിനകത്ത് പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ കറപ്ഷനാണ്. കറപ്ഷനിൽ ഇപ്പം എന്താണ് ടെലികോമിൻ്റെ അപ്പോൾ അവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പ്രൈം മിനിസ്റ്ററുടെ കൺട്രോൾ എന്ന് പറഞ്ഞൊരു വലിയ കാര്യമാണ്. വെദർ ഇറ്റ് ഈസ് കോയിലീഷൻ ഓർ വെദർ ഇറ്റ് ഈസ് എ വൺ പാർട്ടി റൂൾ, പ്രൈം മിനിസ്റ്റേഴ്സ് കൺട്രോൾ ഷുഡ് ബി ദെയർ. എങ്കിലേ കാര്യങ്ങൾ ഓടുകയുള്ളൂ. നമ്മുടെ ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, ഈ കോയിലീഷൻ്റെ ഒരു പ്രശ്നവും അതുതന്നെയാണ്. അൺലെസ് യു ഹാവ് എ ഡോമിനൻറ്റ് പൊസിഷൻ, കോയിലീഷൻ വിൽ നോട്ട് വർക്ക്. അത് ഈ ജനതാ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നമ്മളത് വ്യക്തമായതാണ്. കാരണം ഓൾ വർ മെൻ ഓഫ് സ്റ്റേച്ചർ, പവർഫുൾ പീപ്പിൾ, ദേ കം ടുഗദർ, ദേ ക്യാൻ വെരി ഈസിലി സ്റ്റാർട്ട് ദ ഫൈറ്റ്. അതാണ് ഈ പവർഫുൾ മെൻ, അത് ഒരുമിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ പ്രയാസമാണ്. Coalition will work smoothly when you have a dominant party and the other parties will be coalescing around it, and other parties accept the leadership of that dominant partner. Only then the coalition will work. ഈ രണ്ടാമത്തേതിൽ maybe I don't know exactly, I can't put my finger on that. എവിടെയാണ് അതിൻ്റെ കൺട്രോൾ പോയതെന്നൊന്നും നമുക്കറിയത്തില്ല. Prime Minister was the same man, leader of the Congress party was the same person, and all these coalition partners were there in that coalition. But പിന്നെ ഈ സ്പെക്ട്രം
2G സ്പെക്ട്രത്തിൻ്റെ പ്രശ്നത്തിൽ അതാണല്ലോ പ്രധാന ഒരു പ്രശ്നമായിട്ട് വന്നതെന്ന്. ദാറ്റ് വാസ് ബ്ലോൺ ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ. ടു ടെൽ യു ഓണസ്റ്റ്ലി, അന്ന് നമുക്ക് അങ്ങനെ അല്ലായിരുന്നു ധാരണ. കാരണം ആ CAG ഈ കേരളക്കാട്ടുള്ളൊരു ഉദ്യോഗസ്ഥനായിരുന്നല്ലോ, എന്താണ് റോയ്, വിനോദ് റോയ്, അതിനകത്ത് ഹീ പ്ലേഡ് എ മേജർ റോൾ ഇൻ ദാറ്റ്, ഇൻ ക്രിയേറ്റിംഗ് എ സർട്ടൻ പെർസെപ്ഷൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാൽക്കുലേഷനൊക്കെ, അദ്ദേഹം ഒരു വല്ലാത്തൊരു മാത്തമാറ്റീഷ്യനായിട്ട് അദ്ദേഹം ഭയങ്കരമായിട്ടത് കാൽക്കുലേറ്റ് ചെയ്ത് വലിയ ഭയങ്കര ഒരു ഫിഗറൊക്കെ കൊണ്ടുപോകും. ഇപ്പോൾ ഞാൻ ഓർക്കുന്നില്ല എക്സാക്ട്ലി വാട്ട് ഫിഗർ ഇറ്റ് വാസ് എ വെരി ഹൈലി മാഗ്നിഫൈഡ് കൈൻഡ് ഓഫ് ഫിഗർ. അതുകൊണ്ടാണ് അദ്ദേഹം അത് ഒരു ദിവസം പറഞ്ഞാൽ ഇവർക്കെതിരായിട്ടുള്ള ഒരു പ്രയോഗമായിരുന്നു. പിന്നീട് അദ്ദേഹം കൺഫ്യൂസ് ചെയ്തിട്ടുണ്ട്, അത് ഇറ്റ് വാസ് മൈ ഗസ് ഓൺലി, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ ഫാക്ടറായിരുന്നു അതിനകത്ത്, ആ ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ജനങ്ങൾക്ക് ദർ വാസ് എ പെർസെപ്ഷൻ ദാറ്റ് ഇറ്റ് വാസ് എ വെരി ഹോപ്പ്ലെസ് and a government of indecision, and a government could not control things, and a government which was corrupt and allowed its partners to become corrupt and all that kind of thing. ഇങ്ങനെയൊക്കെ ഒരു പെർസെപ്ഷൻ ഉണ്ടായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ people got fed up with this. They wanted to change the government. അതാണ് സംഭവിച്ചത്. വൺ നേഷൻ വൺ ഇലക്ഷൻ, അപ്പോൾ അങ്ങനെ ഒരു പ്രപ്പോസൽ വരുന്നതും അതൊരു ഇഫ് ഇംപ്ലിമെന്റഡ് ക്യാൻ ബി ലൈക്ക് ഭയങ്കര ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും അത് നടക്കുവാണെങ്കിൽ. ഹൗ ഡു സാർ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇതിപ്പം 50s നമുക്കുണ്ടായിരുന്നു ഇത്, ഈ ഒരു പ്രശ്നമില്ലാതെ പോയിരുന്നു. കാരണം 1952 ഇലക്ഷൻ നടക്കുന്നത്, ബോത്ത് ടു പാർലമെൻറ്റ് ആൻഡ് ദി അസംബ്ലീസ്. സോ ദേ സ്റ്റാർട്ടഡ് ടുഗദർ. അത് കഴിഞ്ഞ് പിന്നെ 60s ഒടുവിലാണ്, ടുവേഴ്സ് ദി എൻഡ് ഓഫ് 60s, പിന്നെ ദർ വാസ് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഇൻ ദ സ്റ്റേറ്റ്സ് ആൻഡ് ഓൾ ദാറ്റ്. So assemblies had to be dissolved and governments fell and all that sort of thing happened. അപ്പോൾ പിന്നെ ആ ഒരു സൈക്കിൾ അങ്ങ് ബ്രേക്ക് ചെയ്തല്ലോ. പിന്നെ പാർലമെൻറ്റ് 1969 പാർലമെൻറ്റ് അല്ല 1970 പാർലമെൻറ്റ് തന്നെ ഡിസോൾവ് ചെയ്തു. പാർലമെൻറ്റ് മീൻസ് ലോക്സഭ ഡിസോൾവ് ചെയ്തു. അത് ഐ തിങ്ക് അബൌട്ട് ഓൾമോസ്റ്റ് 2 years ബിഫോർ ദി എക്സ്പയറി ഓഫ് ദ ടേം, നോർമൽ എക്സ്പയറി ഓഫ് ദ ടേം. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ദാറ്റ് സൈക്കിൾ വാസ് ബ്രോക്കൺ. സോ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട്. ഇതിനകത്തൊരു പ്രാക്ടിക്കൽ പ്രോബ്ലമാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ ഞാൻ അതിൻ്റെ തിയററ്റിക്കലി ഇറ്റ് ഈസ് ഓക്കെ ഇഫ് യു ആർ ഏബിൾ ടു ഡു ഇറ്റ്, ദെൻ ദാറ്റ് ഈസ് വാട്ട് വി വർ ഡൂയിങ് ഇൻ 50s and 60s. അപ്പോൾ അതിനകത്ത് അല്ലാത്ത പ്രശ്നങ്ങളില്ല. പക്ഷേ ഇവർ പ്രാക്ടിക്കലി നോക്കുമ്പോഴേ ഇപ്പോൾ ഇതിനകത്ത് കുറേ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ ഒരു സ്റ്റേറ്റ് അവിടെ ഇലക്ഷൻ ഇപ്പോൾ അങ്ങോട്ട് നടന്നതേ ഉള്ളൂ. ഒരു ഗവൺമെൻറ് ഹാസ് കം, ദെൻ അസംബ്ലി ഹാസ് another 5 years to go. പാർലമെൻറ്റിൻ്റെ ഇലക്ഷൻ ഇപ്പോൾ മെയിൽ നടത്തേണ്ടി വരും, ഏപ്രിൽ മെയിൽ. അപ്പോൾ ആ സമയത്ത് എല്ലാ ഇലക്ഷനും കൂടെ നടത്തണമെന്ന് പറഞ്ഞാൽ ഓൾ ദീസ് അസംബ്ലീസ് വിൽ ഹാവ് ടു ബി ഡിസോൾവ്, അല്ലേ? അതായത് ഇവർ 2 മാസമേ ആയിട്ടുള്ളൂ ഇവരുടെ ഇങ്ങോട്ട് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്. അതെങ്ങനെയാണ് പറ്റുന്നത്? അവിടെയാണ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോബ്ലം ഈസ് that it is actually the prerogative of a state government to advise the governor to dissolve the assembly, not by the central government. Central government has no role in that. They can't intervene. They can intervene only when there is a breakdown of a constitutional machinery. അങ്ങനെയാണ്. അല്ലെങ്കിൽ it is the prerogative of the government, state government. സ്റ്റേറ്റ് ഗവൺമെൻറ് ഗവർണറോട് പറയുക ഡിസോൾവ് ചെയ്യാൻ. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് നോക്കുക. പൊളിറ്റീഷ്യൻസ് ആണല്ലോ, പൊളിറ്റിക്കൽ പാർട്ടീസ് ആണല്ലോ ഈ ഗവൺമെൻറ് റൺ ചെയ്യുന്നത്. അപ്പോൾ നാച്ചുറലി ദേ ലുക്ക് ടു ദെയർ ഓൺ അഡ്വാൻറ്റേജ്. ഇഫ് an early dissolution and early elections will help them according to their calculations, then they can do that. They can advise the governor to dissolve the assembly. അങ്ങനെയാണത് പോകുന്നത്. അപ്പോൾ ഇപ്പോഴെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? How are you going to do this? ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയിരിക്കുന്നു പറഞ്ഞാൽ എവറി അസംബ്ലി ഷാൽ അൺലെസ് സൂണർ ഡിസോൾവ് ഷാൽ കണ്ടിന്യൂ ഫോർ 5 years. 5 years പീരീഡാണ്. അപ്പോൾ ഈ 5 years പീരീഡ് അൺലെസ് സൂണർ ഡിസോൾവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഡിസോൾവ് ചെയ്യാം. പക്ഷേ ആ ഡിസൊല്യൂഷൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെസ്റ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? സെൻട്രലിന് ഡയറക്ഷൻ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്.
ഇപ്പോൾ ഡയറക്ഷൻ ലെജിറ്റിമേറ്റ്ലി ഇഷ്യൂ ചെയ്യാമെങ്കിൽ ഈ 365 ഓപ്പറേറ്റ് ചെയ്യും അവിടെ. പിന്നെ ദർ വിൽ ബി then they can easily take over things and dissolve the assembly. ഇതങ്ങനല്ലല്ലോ. യൂണിയൻ cannot issue a direction to the governor or state government to dissolve the assembly. That you can't do under the present constitution. ഒരു പ്രധാനമന്ത്രി തന്നെയാണ് ഈ പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിരിക്കുന്നതും ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്പെസിഫിക്കേഷൻ അവരെന്താണ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ആക്ച്വലി ഐ എം നോട്ട് പ്രിവി ടു ദാറ്റ്. ഐ ഡോണ്ട് നോ വാട്ട് എക്സാക്ട്ലി ഹാവ് ദ ഡിസ്കസ്ഡ് ആൻഡ് ഓൾ ദാറ്റ്. ലോ കമ്മീഷനും പറഞ്ഞു. ലോ കമ്മീഷൻ റിപ്പോർട്ട് ഞാൻ വായിച്ചില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല അവരെന്താ എന്ത് ലോജിക്കാണ് ഒരു എന്നുള്ളത്. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എൻ്റെ ബേസിൽ ഞാൻ പറയുക, ദിസ് ഈസ് ആൻഡ് ഇറ്റ് വിൽ ക്രിയേറ്റ് പ്രോബ്ലംസ്. പിന്നെ ഇനി അങ്ങനെ ചെയ്തു എന്ന് വയ്ക്കുക, അതിന് ശേഷം ഈസ് ദർ എനി ഗ്യാരണ്ടി ദാറ്റ് ദർ വോണ്ട് ബി പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഇൻ എനി സ്റ്റേറ്റ്? മേ ബി ദ പാർലമെൻറ്റ് ഇറ്റ് സെൽഫ് വിൽ ഹാവ് ടു ബി ഡിസോൾവ് അറ്റ് സം സ്റ്റേജ്. അപ്പോൾ it can happen so long as we have a democracy here. This kind of a thing can happen. So there is always a possibility. അതാണ് കോസ്റ്റ് ഫാക്ടർ എങ്ങനെയാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്ന വലിയൊരു കാര്യം, അഡീഷണൽ കോസ്റ്റ് കുറയ്ക്കാനാകുന്നതാണ്. See, additional cost, when you look at this cost factor, you should know that cost is incurred by two agencies. One is the election commission, that is the government. The other is the political parties. Okay. Election commission's കോസ്റ്റിൽ അത്ര അബ്നോർമലായ ഒരു ഇൻക്രീസ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. There is no empirical evidence for that. That is maybe 10,000 crores or something. It's not a big amount in a country like India. അതിലൊന്നും അങ്ങനെ ഒരു ഫിനോമിനൽ ഇൻക്രീസ് ഒന്നും ഉള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ so when you look at the cost factor, election commission doesn't spend so much money, humongous amount of money, no such thing. Then who is doing it? It is the political parties. Political parties are spending money. Where do they get this money from? So that, of course, is a different issue. But they are spending it. Now, the question is, we just ask them, any political party, whether the money that they will save, by the implementation of this process, the money that they will save, will they use it for setting up factories and constructing roads and all that kind of thing? I don't think any political party will do that. ഒരുപാട് കോalition ഗവൺമെന്റ്സ് ഉള്ളപ്പോഴും സാർ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും, ഈ സിംഗിൾ പാർട്ടി ലെഡ് ഗവൺമെന്റ്സിനെ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ഒരു ജിയോ പൊളിറ്റിക്കൽ ക്യാരക്ടർ വെച്ചിട്ട് ഇന്ത്യക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് ഒരു പവർഫുൾ സിംഗിൾ പാർട്ടി ഗവൺമെന്റ് ആണോ അതോ ഈ മൾട്ടി പാർട്ടി കോalition ഗവൺമെന്റ്സ് ആണോ? അതിനെക്കുറിച്ച് നമുക്കങ്ങനെ ഒരു വളരെ ഡെഫിനറ്റായ ഒരു ഒപ്പീനിയൻ പറയുക പ്രയാസം. നമുക്ക് വേണ്ടത് എന്താണ്? വി വാണ്ട് എ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്, എ ഗവൺമെൻറ് വിച്ച് ബിലീവ്സ് ഇൻ ഡെമോക്രസി ആൻഡ് എ ഗവൺമെൻറ് വിച്ച് പ്രാക്ടീസസ് ഡെമോക്രസി. ഡെമോക്രസിയുടെ എസൻസ് എന്ന് പറഞ്ഞാൽ എന്താ? റൂൾ ഓഫ് ലോ, നിയമവാഴ്ച. അതാണ് ഡെമോക്രസിയുടെ എസൻസ് എന്ന് പറയുന്നത്. A government is supposed to enforce rule of law. And if a government doesn't do that, then whether it is single party government or whether it is multi-party government, it is no government at all. എൻ്റെ വ്യൂ അതാണ്. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഡെമോക്രസിയിൽ വിശ്വസിക്കുന്ന ഗവൺമെൻറ് എന്നുള്ളതാണ്. ബാക്കി ചോയ്സ് ഈസ് ഓഫ് ദ പീപ്പിൾ. They can choose a single party or they can choose a kind of a combination of parties and all that. That is the material. The point is that the government should be democratic. പുതിയ പാർലമെന്റ് ബിൽഡിംഗ് വന്നു സെൻട്രൽ സ്റ്റൈലിൽ. നമുക്ക് അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ തമിഴ്നാട്ടിൽ നിന്ന് ചെങ്കോൽ കൈമാറുന്നു. ഒരു ഹ്യൂജ് ബിൽഡിംഗ് ആണ്. അതിൽ ഒരു റിലീജിയസ് സെറിമണി ആയിരുന്നു. ഹൗ അപ്രോപ്രിയേറ്റ് വാസ് ദ ആക്ഷൻ? ഒരു പാർലമെന്റ് ബിൽഡിംഗ് ഇനാഗുറേഷനിൽ സംഭവിക്കാവുന്നതാണോ ഇത്? അതായത് ഒന്നാമത്തെ കാര്യം, ദി ഐഡിയ ഓഫ് എ ചെങ്കോൽ, എ സെപ്റ്റർ, ഇതെല്ലാം മൊണാർക്കിയുടെ സയൻസാണ്, ഇതെല്ലാം സിമ്പിൾസാണ്. ഇതെല്ലാം ഒരു ഡെമോക്രാറ്റിക് പാർലമെൻറ്റിൽ അത് ബിക്കംസ് വെരി ഇൻകോൺഗ്രുവസ്. പിന്നെ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം അങ്ങനൊരു ചെങ്കോലൊന്നും
മൗണ്ട് ബാറ്റൺ നെഹ്റുവിന് ഹാൻഡ് ഓവർ ചെയ്തിരുന്നില്ല. അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നില്ല. അതുതന്നെയല്ല, ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സിമ്പിളായിട്ട് ദർ വാസ് നോ ചെങ്കോൽ എനിവേർ. ഇറ്റ്സ് എ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. ഓൾദോ കൊളോണിയൽ, they were running a democratic government. They didn't believe in this ചെങ്കോൽ and all that. അതിപ്പോൾ പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്യാൻ റാണി വരുമ്പോൾ മുമ്പിൽ നിന്നുകൊണ്ടിങ്ങനെ കൊണ്ടുപോകുന്ന ഈ മെയ്സ് ഉണ്ടല്ലോ, അതും കൊണ്ടുവന്ന് ഒക്കെ ഇങ്ങനെ വരുന്ന സംഗതികളുണ്ട്. പിന്നെ സ്പീക്കർ വരുമ്പോൾ ഈ മെയ്സ് എന്നും പറഞ്ഞൊരു എന്ന് പറഞ്ഞാൽ ഗദ, ഒരു എല്ലാവർക്കും ഗദ, അത് സ്വർണ്ണം കൊണ്ടൊക്കെ ഉണ്ടാക്കിയ സാധനമാണെന്ന് തോന്നുന്നു, കണ്ടാൽ അങ്ങനെ തോന്നുന്നത്. അത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് സ്പീക്കറുടെ മുമ്പിൽ ഇങ്ങനെ, സ്പീക്കറുടെ ഒരു പ്രൊസഷനുണ്ട് അവിടെ. രാവിലെ സ്പീക്കർ ഈ സഭയിലേക്ക് വരുന്നത് ഇതിൻ്റെ പ്രൊസഷനിലാണ്. അതൊരു ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് തിങ്, സെറിമോണിയൽ പ്രൊസഷൻ. സ്പീക്കർക്ക് ആണായാലും പെണ്ണായാലും ഈ ട്രെയിൻ ഉണ്ട്, വലിയ ലോങ് ഗൗൺ, അത് അതിൻ്റെ അറ്റമൊക്കെ ഒന്ന് രണ്ടുപേർ പിടിച്ചുകൊണ്ട് ഇങ്ങനെയാണ് പോകുന്നത്. അത് വലിയ ഇറ്റ്സ് എ ഫണി, ഇറ്റ്സ് എ കോമഡി ആക്ച്വലി. അതുകൊണ്ട് പോകും ഇങ്ങനെ. അപ്പോൾ ഈ മെയ്സും കൊണ്ട് വരുന്ന കക്ഷി ആ ഡോറയിൽ വന്നിടിക്കും, ഇങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടുവന്ന് ആ മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കും. അപ്പോൾ ദാറ്റ് മീൻസ് ദ സ്പീക്കർ ഈസ് എ സിമ്പിൾ ഓഫ് സ്പീക്കേഴ്സ് അതോറിറ്റി. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു മൊണാർക്കി. ഇറ്റ് ഈസ് സിമ്പിൾ ഓഫ് ദി അതോറിറ്റി ഓഫ് ദ സ്പീക്കർ ഹു ഈസ് ദി സ്പീക്കർ ഓഫ് ദ ഡെമോക്രാറ്റിക് ഹൗസ്. അതേ ഉള്ളൂ. അവിടെ ഉണ്ടായിരുന്നു, പാർലമെൻറ്റിലും ഉണ്ടായിരുന്നു. ഇത് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇതുപോലെ സ്പീക്കർ ഈ ഗൗൺ ഒക്കെ ഇട്ട് ഈ വിഗ്ഗും ഒക്കെ ധരിച്ചിരിക്കുമായിരുന്നു. ഇതെല്ലാം ഉണ്ട് അവിടെ നമ്മൾ മ്യൂസിയത്തിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ സ്പീക്കർക്ക് ഈ മെയ്സ് ഉണ്ടായിരുന്നു. അത് ഈ ബ്രിട്ടീഷ് സിസ്റ്റം ഉണ്ടായിരുന്നിടത്തെല്ലാം ഈ പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് തോന്നി ശ്രീലങ്കയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്, പാകിസ്ഥാനിലൊക്കെ ഈ സാധനം അവിടെ കൊണ്ടുവയ്ക്കുമായിരുന്നു. ഇപ്പോൾ നമ്മളത് മ്യൂസിയത്തിലാണ് വെച്ചിരിക്കുന്നത്. കാരണം അന്ന് എല്ലാവരും തീരുമാനിച്ചത് വി ഷുഡ് ഡിസ്കണ്ടിന്യൂ വിത്ത് ഓൾ ദീസ് നോൺ സെൻസിക്കൽ പ്രാക്ടീസസ് എന്ന് പറഞ്ഞു. ചെങ്കോൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ്, അതെങ്ങനെയാണ്, ആരാണ് ഐഡിയ കൊടുത്തതെന്നൊന്നും അറിയത്തില്ല നമുക്ക്. ഇറ്റ്സ് എ വെരി മിസ്റ്റിഫൈങ് തിങ്. I do not know how it happened. I don't know what it symbolizes in the house. ഈ പാർലമെൻറ്റിൻ്റെ കാര്യത്തിൽ ഏറ്റവും മെമ്മറബിളായിട്ടുള്ളത് 1971 ബംഗ്ലാദേശ് വാറിൻ്റെ സമയത്ത്, അതിൻ്റെ സമാപ്തിയിൽ, അതായത് യുദ്ധം അവസാനിച്ചു, പാകിസ്ഥാൻ പട്ടാളം കീഴടങ്ങി എന്നുള്ള പ്രഖ്യാപനം ഇന്ദിരാഗാന്ധിയാണ് ചെയ്യുന്നത് സഭയിൽ. അപ്പോൾ അന്ന് യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയോ 8 ദിവസമോ മറ്റാണ് നിലനിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സമയത്ത് പാർലമെൻറ്റ് കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ പാർലമെൻറ്റ് ആളുകൾ ചിലർക്ക് തോന്നിയിരുന്നു റിസ്ക് അല്ലേ പാർലമെൻറ്റ്, കാരണം ബിക്കംസ് എ ടാർഗറ്റ് ആക്ച്വലി. The whole government is there and all the members of parliament are there. ഏതെങ്കിലും അവസരത്തിൽ വല്ല ബോംബും കൊണ്ടിട്ടെങ്കിൽ തീർന്നില്ലേ പരിപാടി. അപ്പോൾ അതുകൊണ്ട് there was a little hesitation, but they decided to go ahead. Parliament will function എന്ന് പറഞ്ഞ് അങ്ങനെയായിരുന്നു. ഒരു പ്രാവശ്യം മറ്റേ ഈ ബോംബിൻ്റെ ഒരു അലാം എന്നുണ്ടല്ലോ, ഈ എന്താണ് സൈറൻ, പാർലമെൻറ്റ് നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഈ സൈറൻ മുഴങ്ങിയിരുന്നു എന്ന് പറഞ്ഞാൽ there was some പാകിസ്ഥാനി പ്ലെയിൻ സൈറ്റഡ് സംവെയർ. പക്ഷേ അത് ഇപ്പോൾ ലാഹോറിൽ നിന്നോ അല്ലെങ്കിൽ രാവൽപിണ്ടിയിൽ നിന്നോ ഒക്കെ ഒരു ഫ്ലൈറ്റ്, ഇവരുടെ എയർപ്ലെയിൻ പൊങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇവിടെ മനസ്സിലാകും. അപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ അതിനെ കൗണ്ടർ ചെയ്യാനുള്ള സംഗതിയുമായിട്ട്, അപ്പം അവർ ആദ്യം തന്നെ ഈ ഡൽഹി എയർ കംപ്ലീറ്റ് സാനിറ്റൈസ് ചെയ്തിരുന്നു. ആ യുദ്ധ സമയത്തെ കംപ്ലീറ്റ് അത് സാനിറ്റൈസ് ചെയ്തിരുന്നു. പറഞ്ഞാൽ നോ ഫ്ലൈ ക്യാൻ കം ഇൻ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് അവർ. അതുകൊണ്ടാണ് പാർലമെൻറ്റ് ഫംഗ്ഷൻ ചെയ്യാൻ അനുവദിച്ചത് തന്നെ. ഇപ്പം ജഗജീവൻ റാം ആയിരുന്നു ഡിഫൻസ് മിനിസ്റ്റർ. അപ്പോൾ ജഗജീവൻ റാം ഓരോ മണിക്കൂർ കഴിയുമ്പോഴും സഭയിൽ വന്ന് സഭയെ അറിയിക്കും ഇന്ന ഡെവലപ്മെൻറ്റ്സാണ് ഉണ്ടായിരിക്കുന്നത് വാർ ഫ്രണ്ടിൽ എന്നൊക്കെ പറഞ്ഞങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോൾ അവസാനത്തിൽ ഇത് ഈ പട്ടാളം സറണ്ടർ ചെയ്തപ്പോൾ, പാകിസ്ഥാൻ പട്ടാളം സറണ്ടർ ചെയ്തപ്പോഴേ ഇന്ദിരാഗാന്ധിയാണ് വന്നവർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനെ ഈ സഭയാകെ അങ്ങ് ഇളകി മറിഞ്ഞ് അംഗങ്ങളെല്ലാം ഡെസ്കിലും ബെഞ്ചിലും ഒക്കെ ചാടി കയറി നിന്ന് കയ്യിലിരുന്ന കടലാസും അത് ഇതൊക്കെ വലിച്ചെറിഞ്ഞ് ഭയങ്കര ഒരു സീനെന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എൻ അൺപ്രസിഡൻറ്റഡ് സീൻ. പാർലമെൻറ്റ് ഹാസ് നെവർ സീൻ സച്ച് എ തിങ് ഇൻ ഹിസ് ലൈഫ്. അങ്ങനത്തെ ഒരു
an expression of happiness and expression of joy and all that kind of thing. അതായിരുന്നു. It was a very memorable kind of thing. It is still deeply etched on my mind. I mean, ആ രീതിയിൽ എം പിമാരുടെ ഒരു എന്ന് പറഞ്ഞാൽ they forgot that they were MPs. Like ordinary children, they start. അങ്ങനെയായിരുന്നു. പക്ഷേ ഇന്ദിരാഗാന്ധി വളരെ കൂളായിട്ട് നിന്നുകൊണ്ട് പറയായിരുന്നു, now the war has ended, the light has come back. എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഔട്ട് ആയിരുന്നല്ലോ ഡൽഹി മുഴുവനേ. The light has come back here. But think about the lives where the light is gone forever. വളരെ വളരെ ഇമോഷണലായിട്ടുള്ളൊരു സ്പീച്ച്. പക്ഷെ അവർ വളരെ composed and all that. She was not given to any emotions or anything. But the way she spoke was a very impactful kind of speech. ഇത് സാർ 2001 പാർലമെന്റ് അറ്റാക്ക് ആയിരിക്കും പറയാമെന്ന് വിചാരിച്ചു. അല്ല, പാർലമെന്റ് അറ്റാക്ക് പറയാം. അത് ഒരു ഇൻസ്റ്റൻസ് ആദ്യം അതിൻ്റെ ഇൻ ടേംസ് ഓഫ് ക്രോണോളജി ദിസ് ഹാപ്പൻ ഫസ്റ്റ് ടൈം. അതായത് പാർലമെന്റ് അറ്റാക്ക് കോഴ്സ് വി വർ ഓൾ ഇൻസൈഡ് പാർലമെന്റ്. ലൈബ്രറിയിൽ ഞാൻ ഇരുന്ന് എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ MP മാരുമുണ്ട്, ഒത്തിരി പേരും സെൻട്രൽ ഹാളിലുണ്ട്. സഭാ നേരം ഉണ്ടായിരുന്നു, പിരിഞ്ഞതാണ് എന്തോ കാര്യത്തിന്. അപ്പം സോ മെനി മിനിസ്റ്റേഴ്സ് ആൻഡ് ദിസ് ആൻഡ് ദാറ്റ് ഓൾ. ഇപ്പോൾ സാധാരണ അവിടെ ഈ പക്ഷികളെ ഓടിക്കാൻ വേണ്ടി ചെറിയ വെടി വയ്ക്കും, ശബ്ദം കേൾക്കാൻ ഇടയ്ക്കൊക്കെ. അത് അങ്ങനെയാണെന്ന് ധാരണ ഇരിക്കുക. വെടി പൊട്ടുന്ന ശബ്ദം കേട്ടു 2-3. അന്നേരം ആരും ശ്രദ്ധിച്ചില്ല. അപ്പോഴാണ് ആരോ ഓടി വന്ന് പറഞ്ഞു, ഇങ്ങനെ ടെററിസ്റ്റ് ആയവയെ ഗോലി മാറുക എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് പിന്നെ എല്ലാവരും കൂടി എണീറ്റ് വന്ന് സെൻട്രൽ ഹോളിലൊക്കെ വന്ന് ഭയങ്കര കൺഫ്യൂഷനായി. ഇവന് എങ്ങോട്ട് പോകണമെന്നറിയാൻ വയ്യ. വെളിയിലെല്ലാം വെടിയാണ്. അപ്പോഴത്തേന് ഈ വെടി അങ്ങ് കൂടി അങ്ങ് അത് AK-47 റൈഫിൾ ചെയ്താണ് അടിക്കുന്നതെന്ന് വെച്ചു. 36 വെടിയും പറ്റും ഒറ്റ ട്രിപ്പിൽ അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ ഇതുകൊണ്ട് TV ഉണ്ടല്ലോ, ക്ലോസ് സർക്യൂട്ട് TV, അതിലൂടെ നമുക്ക് കാണാം ഈ സാധനം. ഇവന്മാരെ ഈ ചുറ്റും നടക്കുക. ചുറ്റും നടന്ന് അങ്ങ് കാണുന്നവരെയൊക്കെ അങ്ങ് വെടിവെച്ചു. അതാണ് ഇതിൽ നമ്മുടെ പോലീസുകാരൊക്കെ ഓടി. പോലീസുകാർ ഓടുന്നത് കാണാമായിരുന്നു. ഈ തോക്കൊക്കെ പുറകിൽ വിട്ടുണ്ട് ഓടുകയാണ്, രക്ഷപ്പെടുകയാണ്. പിന്നെ CRPF എന്ന് പറഞ്ഞ ഇതുണ്ടല്ലോ, CRPF സെൻട്രൽ റിസർവ് ഫോഴ്സസ്, അവരുടെ ഒരു ഗ്രൂപ്പ് വന്ന് പാർലമെൻറ്റിന് മുമ്പിലൊരു മതിലുണ്ട് ഇങ്ങനെ. അപ്പോൾ അതിനിടയ്ക്ക് ഈ ഹോൾ ഉള്ള മതിലുകളാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് എയിം ചെയ്ത് ഇവരെ വെടിവെക്കുകയായിരുന്നു. അപ്പോൾ ഇതിൽ ഒരു ടെററിസ്റ്റിൻ്റെ വെടി പാർലമെൻറ്റിൻ്റെ മെയിൻ ഗേറ്റ്, ഇത്രയും കട്ടിയുള്ള ഡോറാണ് അതിൻ്റെ, ആ ഡോർ തുളച്ച് പാർലമെൻ്ററി നോട്ടീസ് ഓഫീസിൻ്റെ ഡോർ തുളച്ച് ഭിത്തിയെ ചെന്നടിച്ചു. അപ്പോൾ ആലോചിച്ച് നോക്കി അതിൻ്റെ ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ എന്നുള്ളതേ. അതുപോലെ പക്ഷേ അവനെ വെടിവെച്ച് അവൻ്റെ മാംസമൊക്കെ തെറിച്ച് ഈ പോർട്ടിക്കോയുടെ റൂഫിൽ പോയി പതിച്ചു. നമ്മൾ പോയി കണ്ടതാണ് അത്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ധൈര്യമായിട്ട് ഇറങ്ങാമല്ലോ. അങ്ങനെയുള്ള ഒരു ഓപ്പറേഷനായിരുന്നു. ഇറ്റ്സ് എ വെരി സ്കെയറി തിങ്.